അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യും. മുഹമ്മദുർ റസൂലുള്ളാഹ് വ അസ്ഹാബു റസൂലില്ലാഹ്, ഇതാണല്ലോ നാം ചർച്ച ചെയ്തുകൊണ്ട് വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ഹിദായത്ത് നൽകിയവർക്ക് അത് നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള ഏർപ്പാട് അള്ളാഹുവിൻ്റെ വകയാണ്. രണ്ടും നമ്മുടെ വ്യത്യാസം എന്താണ്? ഹിദായത്ത് അല്ലാഹു തആല ഓശാരമായി നൽകേണ്ടതാണ്. എന്തെങ്കിലും തരത്തിലുള്ള യോഗ്യത വെച്ചുകൊണ്ട് വിലപേശി അള്ളാഹുവിൽ നിന്ന് ഹിദായത്ത് വാങ്ങിയെടുക്കാൻ പറ്റുകയില്ല. നാം അത് സവിസ്തരം വിശദീകരിച്ചിട്ടുണ്ട്. ഒരു നബിയായാലും ഒരു റസൂലായാലും ഒരു വലിയായാലും ഒരു ആലിമായാലും ഹിദായത്ത് അള്ളാഹുവിൽ നിന്ന് വിലപേശി വാങ്ങാൻ ഇവരെ കൊണ്ട് പറ്റുകയില്ല. പറ്റുമായിരുന്നുവെങ്കിൽ ഹസ്രത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ആ വിലപേശം നടത്താമായിരുന്നു. നടന്നില്ല. ദുആ ചെയ്തു ഒരുപാട്. ഹസ്രത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ബാപ്പാക്ക് വേണ്ടി ചെയ്യാമായിരുന്നു. അഷ്റഫുൽ ഖൽക്കിന് മൂത്താപ്പ അബൂ താലിബിന് വേണ്ടി ചെയ്യാമായിരുന്നു. നടന്നില്ല. ഇവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഹിദായത്തിന് അള്ളാഹുവിനോട് ചോദിക്കലാണ്. ഹിദായത്താവട്ടെ അള്ളാഹു എന്തെങ്കിലും കെയർ ഓഫിൽ അങ്ങനെ വരുന്ന യഹ്ദി മൻ യശാ. അള്ളാഹു താല ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഹിദായത്ത് കൊടുക്കേണ്ടത് ആർക്കാണ് എന്ന്. അത് ആദം അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ട് ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾക്ക് ആ ലിസ്റ്റ് തയ്യാറായി പോയിട്ടുണ്ട്. ആ ലിസ്റ്റിന്റെ അടിസ്ഥാനം എന്താണ്? അള്ളാന്റെ റുബൂബിയത്തിൽ ഷഹാദത്ത് പറഞ്ഞവരാണ് മനുഷ്യർ എന്ന ബഹുമാനമാണ്. അള്ളാഹുവിന്റെ റുബൂബിയത്ത്, അള്ളാഹു റബ്ബാണ് എന്ന കാര്യത്തിൽ ആകാശ ലോകത്ത് വെച്ച് മനുഷ്യാത്മാക്കൾ അള്ളാഹു കൊടുത്തൊരു കരാറുണ്ട്, ഒരു ഷഹാദത്തുണ്ട്. ഫഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബലാ ഷഹീദിനാ. ഭൂമിയിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരും അള്ളാഹു തആലക്ക് കൊടുത്തൊരു കരാറാണ്, ഒരു ഉടമ്പടിയാണത്. ഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ പ്രായപൂർത്തിയോടുകൂടി അള്ളാഹുവാണ് റബ്ബ് എന്നത് ജീവിച്ച് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറായിരിക്കും. ഇത് അള്ളാഹു കൊടുത്ത കരാറാണ്. അത് നിഷേധിക്കാൻ ഇവിടുത്തെ ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികൾക്കോ ജൂതന്മാർക്കോ മജൂസികൾക്കോ ആർക്കോ കഴിയില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അംഗീകരിക്കാതിരിക്കുക. അള്ളാഹു തആല പറഞ്ഞത് എന്താണ്? മൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. മനസ്സുള്ളവൻ അംഗീകരിക്കട്ടെ, മനസ്സില്ലവൻ തള്ളട്ടെ. അത് നമ്മുടെ ഉത്തരവാദിത്തത്തിൽ പെട്ടതല്ല. ഇതാണ് കാര്യം എന്ന് ലോകത്തോട് പറയുക. ഇതാണ് പ്രവാചകരെ നിങ്ങളുടെ ഉത്തരവാദിത്തം. ബല്ലിഗ് മാ ഉൻസില ഇലൈക്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. ഫമാ അലർ റസൂലി ഇല്ലൽ ബലാഗ്. ഒരു പ്രവാചകന്റെ ഡ്യൂട്ടി എന്താ? അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കലാണ്. പ്രവാചകന്റെ ഡ്യൂട്ടി അവസാനിച്ചു. നാളെ ആഖിറത്തിൽ വെച്ച് പ്രവാചകന്മാരോട് നിങ്ങൾ പ്രവർത്തിച്ചിട്ട് എന്തായി എന്ന് അള്ളാഹു ചോദിക്കൂല. നൂഹ് നബി തൊട്ട് അഷ്റഫുൽ ഖൽക്ക് വരെയുള്ള മുർസലീങ്ങളോട് ആരോടും നിങ്ങൾ ഈ ഭൂമിയിൽ ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ പരിശ്രമങ്ങൾ നടത്തിയിട്ട് എന്താണ് നേടിയത് എന്ന് അള്ളാഹു ചോദിക്കുന്ന പ്രശ്നമില്ല. റിസൾട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ അറിയിക്കേണ്ടതില്ല. ചെയ്തോ ഇല്ലയോ എന്ന് മാത്രമേ അറിയിക്കേണ്ടതുള്ളൂ. അള്ളാഹു താല പ്രവാചകന്മാരെ ജനങ്ങളെ വിളിച്ചു കൂട്ടി പ്രവാചനങ്ങളെയും വിളിക്കൂ. അള്ളാഹു താല വലിക്കുല്ലി ഉമ്മത്തിൻ വജഅൽനാ ലികുല്ലി ഉമ്മത്തിൻ ഷഹീദ. ഓരോ സമുദായത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷികളെ ഹാജരാക്കും. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു വജിഇനാ ബിക അലാ ഹൗലാഇ ഷഹീദ. ഓ മുഹമ്മദ് നബി, നിങ്ങളെ സമുദായത്തിന്റെ കാര്യത്തിൽ നിങ്ങളെയും ഞാൻ വിചാരണ ചെയ്യും, സമൂഹത്തെ സാക്ഷിയാക്കിക്കൊണ്ട്. ഓ മുഹമ്മദ്, ഞാൻ നിങ്ങളെ കയ്യിൽ ഏൽപ്പിച്ചത് നിങ്ങൾ എന്താണ് ചെയ്തത്? ഹജ്ജത്തുൽ വിദാഇന്റെ സന്ദർഭത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ മുൻനിർത്തിക്കൊണ്ട് ചോദിച്ചതും അതാണ്. അലാ അൽ ബല്ലഗ്തു. എന്തെങ്കിലും ഞാൻ മറച്ചു വെച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? നിങ്ങളോട് പറയാതിരുന്നിട്ടുണ്ടോ? നാളെ ആഖിറത്തിൽ അള്ളാഹു ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും മറുപടി പറയുക? സഹാബാക്കൾ 100% എന്ന് മറുപടി പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലിനെ. യാ റസൂലല്ലാഹ്, തീർച്ചയായിട്ടും ബല്ലഗ്ത റിസാല വഅദ്ദൈതൽ അമാന വനസഹതൽ ഉമ്മ. നിങ്ങളെ ഏൽപ്പിച്ച ഡ്യൂട്ടി നിങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. തങ്ങളെ ഒരു കാര്യത്തിലും ഞങ്ങൾക്ക് നിങ്ങളെ പറ്റി അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോൾ അഷ്റഫുൽ ഖൽഖ് ഒരു ചൂണ്ടുവിരൽ ആകാശത്തിലേക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു അല്ലാഹുമ്മ ഷഹദ്, അല്ലാഹുമ്മ ഷഹദ്, അല്ലാഹുമ്മ ഷഹദ്. നീയാണ് അല്ലാഹുവേ സാക്ഷി ഈ വാക്കിന്.
ഇതന്നെ നമുക്കും പറയാനുള്ളൂ. അഷ്റഫുൽ ഖൽക്കിന്റെ പിൻഗാമികളായ ദായികൾക്കും പറയാനുള്ളത് അത്രയേ ഉള്ളൂ. നമ്മൾ കാര്യങ്ങൾ വ്യക്തമാക്കി തരും. അൽ ഹലാലു ബയ്യിനും വൽ ഹറാമു ബയ്യിനുൻ. ഹലാല് വ്യക്തമാണ്, ഹറാമു വ്യക്തമാണ്. ഇന്നതാണ് ശരി, ഇന്നതാണ് തെറ്റ്. ഈ കാര്യങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കുന്നു. അന്തരീക്ഷം സാക്ഷിയാണ്. അഷ്റഫുൽ ഖൽക്ക് പറഞ്ഞില്ലേ, യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹ ബിഅന്ന റബ്ബക ഔഹാലഹ. ഭൂമിക്ക് പറയാനുള്ളത് ഭൂമി പറയുന്ന ദിവസം. യൗമൈദിൻ, അന്നത്തെ ദിവസം, തുഹദ്ദിസു അഖ്ബാറഹ, ഭൂമിക്ക് പറയാനുള്ളതെല്ലാം ഭൂമിയെ കൊണ്ട് അള്ളാഹു പറയിപ്പിക്കും. സഹാബാക്കൾ ചോദിച്ചു, മാ അഖ്ബാറുഹ യാ റസൂലല്ലാഹ്, ഭൂമിക്ക് എന്താണ് പറയാനുള്ളത്? അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഭൂമിയുടെ പുറന്തൊലിക്ക് മുകളിൽ ഏതെങ്കിലും ഒരു അബ്ദ്, ഒരു അമത്ത്, ഒരു അടിമയോ ഒരു അടിയാത്തിയോ എന്തെങ്കിലും ഒരു കാര്യം പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അവൻ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൻ്റെ പരിസരത്തുള്ള സകല വസ്തുക്കളും, ഭൂമിയുടെ പുറന്തൊലിക്ക് മുകളിൽ എന്തെല്ലാം വസ്തുക്കൾ, വണ്ട്, ജന്തു, ജീവി, പ്രാണി, പക്ഷി, പർവ്വജാതികൾ അഖിലവും, സസ്യലതാദികൾ അഖിലവും, അത് മുഴുവനും അള്ളാഹുവിനോട് പറയും, ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന സമയത്ത് ഇന്നവൻ ഇന്നത് പറഞ്ഞിട്ടുണ്ട്, ഇന്നത് ചെയ്തിട്ടുണ്ട് എന്ന് ഇവിടുത്തെ ഈച്ചയും പൂച്ചയും അള്ളാഹുവിനോട് സാക്ഷി പറയും. ഹാദിഹി അഖ്ബാറുഹ, ഇതാണ് ഭൂമിക്ക് പറയാനുള്ളത് എന്ന് സഹോദരങ്ങൾക്ക് പറഞ്ഞിട്ടില്ലേ? ഈ യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാർ, അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ലോകം എന്ത് സ്വീകരിക്കുന്നു, എന്ത് പറയുന്നു, എന്ത് കമന്റ് ചെയ്യുന്നു, ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വാക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോൾ ഇവിടുത്തെ ഈച്ചയും പൂച്ചയും മിമ്പറും മെഹ്റാബും മൈക്കും സെറ്റും എല്ലാം, ഈ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, ശബ്ദം കേൾക്കുന്ന ലോകത്തുള്ള മുഴുവൻ ആൾക്കാരും അത് നിഷേധിക്കാൻ കഴിയില്ല അവർക്ക്. കാരണം എന്താ അറിയോ? ഈ ഇരിക്കുന്ന നിങ്ങൾക്കും നിഷേധിക്കാൻ കഴിയില്ല. അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അന്ന് ഈ ഇരിക്കുന്ന നിങ്ങളുടെ നാവായിരിക്കില്ല സംസാരിക്കുക. അല്ലാഹു തആല പറഞ്ഞു, അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അവരുടെ വായുകൾക്ക് നാം സീലടിക്കും, സീല് വെക്കും, പൂട്ടിക്കളയും. വതുകല്ലിമുനാ ഐദീഹിം, കൈകളെ കൊണ്ടായിരിക്കും നാം സംസാരിപ്പിക്കുക. വതശഹദു അർജുലുഹും, കാലുകൾ സാക്ഷ്യം വഹിക്കും. ബിമാ കാനൂ യക്സിബൂൻ, ഈ ഭൂമിയുടെ പുറന്തലിക്ക് മുകളിൽ മനുഷ്യൻ കാട്ടിക്കൂട്ടിയിരിക്കുന്ന സകലതിനും ചർച്ച ചെയ്യുന്നത് അങ്ങനെയായിരിക്കും. അല്ലാഹു തആല പറഞ്ഞാൽ പിന്നെ നാവ് കൊണ്ടല്ലേ മാറ്റി പറയാൻ പറ്റുള്ളൂ. കൂട്ടാനും കുറക്കാനും നാവ് കൊണ്ടല്ലേ പറ്റുള്ളൂ. രാവിലെ പറഞ്ഞ ഹക്ക് വൈകുന്നേരം ബാത്തിലാക്കാനും, രാവിലെ പറഞ്ഞ ബാത്തിൽ വൈകുന്നേരം ഹക്കാക്കാനും നാവ് കൊണ്ടല്ലേ പറ്റുള്ളൂ. പക്ഷെ നാവിന് സീല് വെച്ചാൽ പിന്നെ കൈയോട് സംസാരിക്കാൻ അള്ളാഹു ആവശ്യപ്പെടും. അന്ന് സത്യം മാത്രമേ കൈക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം എന്താണ്? ഡയറക്റ്റ് നിർദ്ദേശമാണ്, അസ്ബാബുകളെ പരിഗണിച്ചുകൊണ്ടുള്ള നിർദ്ദേശമല്ല. ഇതാണ് പ്രവാചകന്മാരോടും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുത്തിരിക്കുന്ന വിഷയം. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരോട് ആരോടും തന്നെ നിങ്ങൾ ഈ പരിശ്രമിച്ചിട്ടും, നിങ്ങൾ ഈ വയലു പറഞ്ഞിട്ടും, നിങ്ങൾ ഈ പ്രസംഗിച്ചിട്ടും, നിങ്ങൾ ഈ ദഅവത്ത് ചെയ്തിട്ടും എന്തായി നബിയെ എന്ന് ചോദിക്കുന്ന പ്രശ്നമില്ല. എന്തുകൊണ്ട്? യഹ്ദി മൻ യശാ. അന്ന് നാം കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ സഫാ മലയുടെ മുകളിൽ നിന്ന് അഷ്റഫുൽ ഖൽക്കായ തങ്ങൾ വാന്ദിർ അശീറത്തക്കൽ അഖ്റബീൻ, നിങ്ങൾ അടുത്ത ബന്ധുക്കളെ വിളിച്ചിട്ട് മുന്നറിയിപ്പ് കൊടുക്കുന്ന പറഞ്ഞപ്പോൾ അഷ്റഫുൽ ഖൽക്ക് ആദ്യം ചെയ്തത് സൽക്കാരം ഉണ്ടാക്കിയിട്ട് കുടുംബത്തെ വിളിക്കുകയായിരുന്നു വീട്ടിലേക്ക്. പ്രതിഷേധിച്ചിട്ട് അബൂലഹബ് ഇറങ്ങിപ്പോയി. താരീഖിന്റെ ഉലമാക്കൾ എഴുതിയത് രണ്ട് രീതിയാണ്, രണ്ട് രംഗമാണ്. ഒന്നാമത്തെ ദിവസം 40ഓളം പേര് പങ്കെടുത്തു ഖുറൈശി കൂട്ടത്തിൽ. ആ കൂട്ടത്തിൽ കേമനായ അബൂലഹബും ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് വെള്ളവും കൊടുത്ത് പന്തികേടെന്തോ തോന്നി അബൂലഹബിന്. ചരിത്രകാരന്മാർ എഴുതിയത്, താരീഖിന്റെ ഉലമാക്കൾ എഴുതിയത് എന്താണ്? അബൂലഹബ് ഇറങ്ങിപ്പോയി, എന്തോ പന്തികേട് തോന്നിയിട്ട്. മുഹമ്മദ് രഹസ്യമായി പലതും ചെയ്യുന്നുണ്ട് എന്ന കാര്യം അബൂലഹബിന് നന്നായിട്ട് അറിയാമായിരുന്നു. പരസ്യമാക്കാൻ പോകുന്നുണ്ടായിരിക്കും, ഞാനില്ല എന്ന് പറഞ്ഞിട്ട് അബൂലഹബ് ഇറങ്ങിപ്പോയി. അതിന്റെ പിറകെ കേമന്മാരായ പലരും ഇറങ്ങിപ്പോയി. അഷ്റഫുൽ ഖൽക്കിന് നിരാശ തോന്നി, സദസ്സ് പിരിച്ചു വിട്ടു. കുറെ ദിവസം കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഒരു സദസ്സ് ഉണ്ടാക്കിയത്. അഷ്റഫുൽ ഖൽക്ക് അതിനേക്കാൾ വലിയ തന്ത്രം മെനഞ്ഞു. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ റസൂലുള്ളാഹി തങ്ങൾ വയൽ തുടങ്ങി. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അഷ്റഫുൽ ഖൽക്ക് കാര്യങ്ങൾ പറഞ്ഞു. ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്, നിങ്ങളല്ലാതെ വേറൊരാളും ഇത് പറയാൻ നിങ്ങളെ മുമ്പിൽ വരികയില്ല. ഇതിനു മുമ്പ് നിങ്ങളുടെ കൂട്ടത്തിൽ ആരും അത് പറയാനുണ്ടായിട്ടുമില്ല. ഞാൻ വ്യക്തമായിട്ട് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ റബ്ബായി അംഗീകരിക്കുന്ന അള്ളാഹുവില്ലേ, ആ അള്ളാഹുവിനെ നിങ്ങൾ ഇലാഹായിട്ടും അംഗീകരിക്കണം. വാക്കുകൾ മാറിപ്പോണ്ട. നിങ്ങൾ റബ്ബായി അംഗീകരിക്കുന്ന അള്ളാഹു ഉണ്ടല്ലോ, ആ അള്ളാഹു ഇലാഹാണെന്ന് നിങ്ങൾ അംഗീകരിക്കണം. എവിടെയാണ് പ്രശ്നം? അള്ളാഹു റബ്ബാണെന്ന് അംഗീകരിക്കുന്നതിൽ പ്രശ്നമില്ല. അള്ളാഹുവാണ് റബ്ബ്, അള്ളാഹുവാണ് മാലിക്, അള്ളാഹുവാണ് ഖാലിഖ്, അള്ളാഹുവാണ് മുദബ്ബിർ. ഇതിൽ ഖുറൈശികൾക്ക് അഭിപ്രായവ്യത്യാസമില്ല. അബൂലഹബിനോ ഉത്തുബത്തിനോ ശൈബത്തിനോ ആർക്കും അഭിപ്രായവ്യത്യാസമില്ല. ഖുറൈശിക്കാർക്ക് ആർക്കും അഭിപ്രായവ്യത്യാസമില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹഖാണ്.
അവിടെ നിർത്തിയാൽ എല്ലാവരും യോജിപ്പാണ് ജീവിതങ്ങളോട്. ഇന്നത്തെ സൂഫി തരീഖത്തുകളെ മാതിരി അന്ന് അബൂജഹൽ ഉത്ബത്ത് ശൈബത്തുമാർ സ്വീകരിച്ച രീതിയാണ് ഇന്ന് ഷിയാക്കളും ഷിയാക്കളുടെ ആത്മീയാചാര്യന്മാരാകുന്ന സൂഫികളും സ്വീകരിച്ചിരിക്കുന്ന രീതി. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ റബ്ബ ഇല്ലല്ലാഹ് അർത്ഥം വെച്ചു. അവരുടെ ഖുറൈശികളും നമ്മൾ വ്യത്യാസം എന്താ? ഖുറൈശികളിൽ നിന്ന് നമ്മളെ വ്യത്യസ്തമാക്കുന്നത്, ഖുറൈശികൾ അള്ളാന്റെ റുബൂബിയത്ത് അംഗീകരിച്ചു കൊടുത്തു, ഉലൂഹിയത്ത് അംഗീകരിക്കാൻ തയ്യാറായില്ല. നമ്മൾ അള്ളാന്റെ റുബൂബിയത്ത് അംഗീകരിച്ചു കൊടുത്തു, ഉലൂഹിയത്തും കൂടി നമ്മൾ അംഗീകരിക്കുന്നു. അതാണ് അവർ നമ്മൾ വ്യത്യാസം. എന്നല്ലാതെ അള്ളാഹനെ അംഗീകരിക്കുന്ന കാര്യത്തിലോ, നിസ്കരിക്കുന്ന കാര്യത്തിലോ, നോമ്പ് വെക്കുന്ന കാര്യത്തിലോ, സക്കാത്ത് കൊടുക്കുന്ന കാര്യത്തിലോ, കുടുംബബന്ധം പാലിക്കുന്ന കാര്യത്തിലോ, അതേപോലെ തന്നെ മറ്റുള്ള കാര്യത്തിലൊന്നും ഖുറൈശികളും നമ്മളും തമ്മിൽ വ്യത്യാസമില്ല. ഇബ്രാഹിമി തരീഖത്തനുസരിച്ച്, ഇബ്രാഹിമി ശരീഅത്തനുസരിച്ച്, ഇബ്രാഹിമി മില്ലത്തനുസരിച്ച് അവർ അമൽ ചെയ്യുന്നവരാണ്. നമ്മൾ മുഹമ്മദി ശരീഅത്തനുസരിച്ചും അമൽ ചെയ്യുന്നവരാണ്. ഖുറൈശികൾ അമൽ ചെയ്തത് ഇബ്രാഹിമി മില്ലത്തും ശരീഅത്തും അനുസരിച്ച്, നമ്മൾ അമൽ ചെയ്യുന്നത് മുഹമ്മദി മില്ലത്തും മുഹമ്മദി ശരീഅത്തും അനുസരിച്ച്. പിന്നെ എവിടെയാണ് വ്യത്യാസം വരുന്നത്? ഇബ്രാഹിമി മില്ലത്തിൽ ഉലൂഹിയത്തിന് ഇത് കൊടുക്കണം, ഉലൂഹിയത്തിന് ഷഹാദത്ത് കൊടുക്കണം. മുഹമ്മദി മില്ലത്തിനും ഉലൂഹിയത്തിന് ഷഹാദത്ത് കൊടുക്കണം. ഖുറൈശിക്കൂട്ടം ഉലൂഹിയത്തിന് ഷഹാദത്ത് കൊടുക്കാൻ തയ്യാറായില്ല. നമ്മൾ മീൻസ് കാസർഗോഡ് മുതൽ ഫലസ്തീൻ വരെയുള്ള മുസ്ലിമീങ്ങൾ 98% ഉലൂഹിയത്തിന് ഷഹാദത്ത് കൊടുക്കാൻ തയ്യാറായില്ല. തയ്യാറായവരാവട്ടെ അത് പാലിക്കാൻ തയ്യാറായില്ല. രണ്ട് കാര്യമാണ്. ഒന്ന്, ഉലൂഹിയത്തിന് ഷഹാദത്ത് കൊടുക്കുക, കരാറ് കൊടുക്കുക, ഉടമ്പടി ചെയ്യുക. രണ്ട്, ചെയ്ത ഉടമ്പടി ലംഘിക്കുക. ലംഘിക്കാൻ ജൂതൻ ഉണ്ടാക്കി തന്ന രണ്ട് ഏർപ്പാടുകളാണ്. ഒന്ന് ജാറങ്ങൾ, രണ്ട് സൂഫി തരീഖത്തുകൾ. ഇവ രണ്ടും ഷീഇയ്യത്തിന്റെ ആരംഭമാണ്. ജൂതൻ അബ്ദുല്ലാഹിബിൻ സബ എന്ന് പറയുന്ന ജൂതനെ ക്ലാസ് കൊടുത്ത് എല്ലാ ഏർപ്പാടുകളും ആക്കി ഖിയാമത്ത് നാൾ വരെ മുസ്ലിമീങ്ങൾക്ക് ആകാശവുമായിട്ട് ബന്ധമുണ്ടാകാൻ പാടില്ല. ഇത് ജൂതന് നന്നായിട്ട് അറിയാം. ഇന്നും ലോകത്ത് ഏറ്റവും വലിയ ഉലമാക്കൾ ജൂതന്മാരാണ്. അവർക്ക് തൗറാത്ത് അറിയാം, ഇൻജീൽ അറിയാം, ജബൂർ അറിയാം, ഖുർആനും അറിയാം. നമുക്ക് കുല്ലുവല്ല പോലും നേരെ ചൊവ്വേ അറിയില്ല. ഇതാണ് ജൂതനും നമ്മളെ വ്യത്യാസം. ജൂതനും ഇന്നത്തെ ജൂതന്റെ കഥയായി പറയണത്. ജൂതനും നമ്മളെ വ്യത്യാസം, ജൂതൻ കംപ്ലീറ്റ് പഠിച്ചിട്ടുണ്ട് ഇസ്ലാമിനെ കൊല്ലാൻ. നമ്മൾ കൊല്ലാനും പഠിച്ചില്ല, ജീവിപ്പിക്കാനും പഠിച്ചില്ല. സ്വന്തം ഭാര്യ മക്കളെ വിളിച്ചിരുത്തിയിട്ട് ഒരു കുല്ലു അല്ലാഹുവിന്റെ തഫ്സീർ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. ഈ ഇരിക്കുന്നവർക്ക് എത്ര പേർക്കറിയാം? നെഞ്ചത്ത് കൈവച്ച് ചോദിക്കും. വികാരത്തിന്റെ അടിമകളായി പുഴുക്കളെ പോലെ നശിച്ചിട്ട് കാര്യമില്ല. നെഞ്ചത്ത് കൈവച്ചിട്ട് ചോദിക്കും. ഈ വികാരജീവിയായ എനിക്ക് പരിശുദ്ധ ഖുർആനിന്റെ 111 സൂറ ഖുൽ ഹുവല്ലാഹു അഹദ് അതിന്റെ തഫ്സീർ എൻ്റെ ഭാര്യ മക്കളെ വിളിച്ചിരുത്തിയിട്ട് പറയാൻ ഈ കൂട്ടത്തിൽ ആരെ കൊണ്ടൊക്കെ കഴിയും എന്നത് ചോദിക്കൂ കൂട്ടരെ. എന്നാ ജൂതൻ അങ്ങനെയല്ല. 15-ാം നൂറ്റാണ്ടിൽ കുരിശി വിപ്ലവം വിജയിച്ചു. കുരിശി വിപ്ലവം ഇസ്ലാമിനെ കൊല്ലാൻ വേണ്ടി നസറാക്കൾ ഉണ്ടാക്കിയതാണ്. റോമിന്റെ നേതൃത്വത്തിൽ 11-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയതാ. 11-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയ കുരിശി വിപ്ലവം തീരുന്നത് 15-ാം നൂറ്റാണ്ടിലാ. സുദീർഘമായ 300-400 കൊല്ലം നീണ്ടു നിന്നു കുരിശി വിപ്ലവം. ദീനുൽ ഇസ്ലാമിനെ കൊന്നിട്ട് ക്രിസ്ത്യാനിസം സ്ഥാപിക്കലായിരുന്നു ലക്ഷ്യം. ആ കെറോഫിൽ ജൂതന്മാരെയും കൊന്നു, ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികള്, മുസ്ലിമീങ്ങളെയും കൊന്നു. ദീനുൽ ഇസ്ലാമിന് ഒരു ചുക്കുണ്ടാക്കി തീർക്കാൻ അവരെ കൊണ്ട് പറ്റിയില്ല. 1492 ക്രിസ്താബ്ദം 15-ാം നൂറ്റാണ്ടിന്റെ ഒടുക്കത്തിൽ, അവസാനത്തിൽ 16-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ റോമൻ കത്തോലിക്ക സഭ യോഗം കൂടിയിട്ട് തീരുമാനിച്ചെന്താണെന്നറിയുമോ? ഇസ്ലാമിനെ കൊല്ലാൻ ആയുധം കൊണ്ട് കഴിയില്ല, ഇസ്ലാമിനെ കൊല്ലാൻ പട്ടാളത്തെ കൊണ്ടും കഴിയില്ല, ഇസ്ലാമിനെ കൊല്ലാൻ രാഷ്ട്രീയം കൊണ്ടും കഴിയില്ല. ഇസ്ലാമിനെ കൊല്ലാൻ ഏറ്റവും നല്ല മരുന്ന് ഇസ്ലാം തന്നെയാണ്. അല്ലേ? എന്നിട്ട് അവരെന്താ ചെയ്തത്? നമ്മളെന്താ ചെയ്തത്? നമ്മളെ കാസിമിയാക്കളും ബാക്കവിയാക്കളും അസരിയാക്കളും എന്താ ചെയ്തത്? അവർ ചെയ്തത് എന്താണെന്നറിയുമോ? 16-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ റോമൻ കത്തോലിക്ക സഭ ലക്ഷക്കണക്കിന് വരുന്ന ക്രിസ്ത്യാനികളെ ഹാഫിലിങ്ങളാക്കി, ഖുർആൻ മനപ്പാടം പഠിച്ച ഹാഫിലിങ്ങളാക്കി. 17-ാം നൂറ്റാണ്ടിൽ ലോകത്തിൽ ലക്ഷക്കണക്കിന് മനപ്പാടം പഠിച്ച ഹാഫിലിങ്ങൾ ഉണ്ടായിരുന്നു, ക്രിസ്ത്യൻ ഹാഫിലിങ്ങൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെന്താ ചെയ്തെന്നറിയുമോ? ലക്ഷക്കണക്കിന് ഹദീസ് സനദടക്കം കാണാതെ പഠിപ്പിച്ചു ക്രിസ്ത്യൻ മിഷണറിമാർക്ക്. ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഹദീസിന്റെ ഇൻഡെക്സ് ഗ്രന്ഥം ആരുതാന്നറിയുമോ? ക്രിസ്ത്യാനിയുടേതാണ്, മേത്തൻ്റെതല്ല, ക്രിസ്ത്യാനിയുടേതാണ് ഏറ്റവും വലിയ ഹദീസ് ഇൻഡെക്സ് ഗ്രന്ഥം. അറബി ഭാഷയിലെ ഏറ്റവും വലിയ ഡിക്ഷണറി ആരുതാന്നറിയുമോ? ക്രിസ്ത്യാനിയുടേതാണ്. അറബി ടു അറബി ഏറ്റവും വലിയ ഡിക്ഷണറി ഇന്ന് ക്രിസ്ത്യാനികളേതാണ്. അത്രമാത്രം ദീനുൽ ഇസ്ലാമിനെ അവരെ പഠിച്ചു. ഇസ്ലാമിനെ കൊല്ലാൻ, ഇസ്ലാമിനെ ജീവിപ്പിക്കാൻ നമ്മളൊന്നും പഠിച്ചില്ല.
നമുക്കിങ്ങനെ റോട്ടിറങ്ങിയിട്ട് കുരക്കാനല്ലാതെ വേറെ ഒന്നും ഇസ്ലാമിനെ സംബന്ധിച്ച് നമുക്കറിയില്ല. അതിന് നമ്മൾ ഉലമാക്കൾ എന്ന് പറയുന്ന കുറെ കോലങ്ങൾ നേതൃത്വം കൊടുക്കുകയും ചെയ്യും. പാവപ്പെട്ട സാധാരണക്കാരായ 98% വികാരത്തിന് തീവെച്ച് ആ വികാരത്തിൽ കത്തിയെരിയുന്ന സമൂഹത്തെ വെച്ച് രാഷ്ട്രീയം കളിക്കാനും അവരെ വെച്ച് കാശുണ്ടാക്കാനും പഠിച്ച ഉലമാ മൂദേവികൾ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. ജൂതന്മാരെക്കാൾ വലിയ ശത്രുക്കൾ അവരാണ് ഇസ്ലാമിനെ കൊന്നത്. മിമ്പറുകൾ ഉപയോഗിച്ച് അവർ ഇസ്ലാമിനെ കൊന്നു, മെഹ്റാബ് ഉപയോഗിച്ച് അവർ ഇസ്ലാമിനെ കൊന്നു, പല സംവിധാനങ്ങളും ഉപയോഗിച്ച് അവർ ഇസ്ലാമിനെ കൊന്നുകൊണ്ടിരിക്കുന്നു നിഷ്ഠൂരമായി. ചോദിക്കാനും പറയാനും ആരുമില്ല. കാരണം എന്താണ്? 98% മിമ്പർ അവരെ കയ്യിലാണ്, 98% മിഹ്റാബ് അവരെ കയ്യിലാണ്. 2% കയ്യിലാണ് ലോകത്ത് സലഫികളുടെ കയ്യിലുള്ള മിമ്പറുകളും മിഹ്റാബും. അതും ഒരു 101ഓളം ഗ്രൂപ്പുകളുടെ കൈകളിൽ. പിന്നെ എവിടെ ദീനുൽ ഇസ്ലാം? അന്ന് 16-ാം നൂറ്റാണ്ടിൽ ഖുർആനും ഹദീസും പഠിച്ച ക്രിസ്തീയ പുരോഹിതന്മാരെ വിളിച്ച് റോമൻ കത്തോലിക്ക സഭ യോഗം കൂടി. ആ യോഗത്തിൽ വെച്ച് അവർ ചർച്ച ചെയ്തു, ഖുർആനിൽ നിന്ന് ഇസ്ലാമിനെ കൊല്ലാൻ പാകത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ, ഹദീസിൽ നിന്ന് ഇസ്ലാമിനെ കൊല്ലാൻ പാകത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന്. അന്ന് അവർ കൊടുത്ത ലിസ്റ്റിൽ ഖുർആൻ ഷരീഫിലെ 3-4 ആയത്തുകളാണ്. അതിൽ ഒരായത്തേതെന്നൊരു ഒരു കഷ്ണായത്ത് ഇസ്ലാമിനെ കൊല്ലാൻ, മുസ്ലിമീങ്ങൾക്ക് ആകാശവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാൻ ഒറ്റ മരുന്ന് ഇത് മതി. സൂറത്തുൽ ലുഖ്മാനിലെ ഒരു കഷ്ണമായത്ത്, ഇന്ന ശിർക ലദുൽമുൻ അളീം. ഖുർആൻ സൂറത്തുൽ ലുഖ്മാൻ അവരത്രയും കൊണ്ടവർക്ക് ഇന്ന ശിർക, തീർച്ചയായും ശിർക്ക് എന്താണെന്ന് ജൂതനും നസാറക്കൊക്കെ നന്നായിട്ട് അറിയാം. ഈ ഇരിക്കാൻ നമുക്ക് ഇപ്പം തിരിഞ്ഞിട്ടില്ല ശിർക്ക് എന്താണെന്ന്. ഒരു ദിവസം ഒരു പള്ളിയിലേക്ക് പോകുമ്പോൾ, ഇപ്പൊ ഒന്നുമില്ല, കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു കൂട്ടുകാരൻ കണ്ടുമുട്ടി, പഴയ കൂട്ടുകാരൻ. ഉസ്താദ് എവിടെയാ പോണത്? ഞാൻ ഇന്ന പള്ളിയിലേക്ക്. ആ പള്ളിയിൽ ശിർക്ക് നടക്കുന്നു ഉസ്താദെ. അദ്ദേഹം സലഫിയാണ് പഴയ. നമുക്കൊക്കെ സലഫി എന്താ മുജാഹിദ് എന്താണെന്നൊന്നും തിരിയാത്തൊരു കാലം. അവിടെ ശിർക്ക് നടക്കും. ഞാൻ എന്ത് ശിർക്ക്? അവിടെ കൂട്ടുപ്രാർത്ഥനയുണ്ട് എന്ന് വെച്ചാൽ ശിർക്ക് എന്താണ്, ബിദ്അത്ത് എന്താന്ന് ഇപ്പം തിരിഞ്ഞിട്ടില്ല ഈ മെമ്പർഷിപ്പ് മുജാഹിദീങ്ങൾക്ക് അർത്ഥം. കൂട്ടുപ്രാർത്ഥന എങ്ങനെയാ ശിർക്കാക്കുക? അതിന് ബിദ്അത്ത് എന്ന് വേണമെങ്കിൽ പറയാം. ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും നിർവചനം പഠിച്ചിട്ടില്ല. മെമ്പർഷിപ്പിംഗ് ശീലമുണ്ട്, 50 കൊല്ലത്തെ പാരമ്പര്യമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ദീനുൽ ഇസ്ലാമിൽ ചുരുങ്ങിയ പക്ഷം എന്താന്ന് പഠിച്ച. പക്ഷെ നസാറാക്കൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ശിർക്ക് എന്ന്. നസാര പുരോഹിതന്മാർ പഠിച്ചിട്ടുണ്ട്, ജൂത പുരോഹിതന്മാരും പഠിച്ചിട്ടുണ്ട് എന്താണ് ശിർക്ക് എന്ന്. ശിർക്കും റുബൂബിയ്യത്തും ഉലൂഹിയ്യത്തും വേർതിരിച്ചറിയാം അവർക്ക്. റുബൂബിയ്യത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇങ്ങോട്ട് എന്തെല്ലാം ആനുകൂല്യങ്ങൾ ആകാശത്തിൽ നിന്ന് കിട്ടുന്നുവോ അത് മുഴുവനും അള്ളാഹുവിൽ നിന്ന് മാത്രം കിട്ടുന്നതാണ്. ഇത് അംഗീകരിച്ചു കൊടുക്കലാണ് റുബൂബിയ്യത്ത് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഇങ്ങോട്ട് കിട്ടുന്നത് മുഴുവനും അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് അംഗീകരിച്ചു കൊടുക്കലാണ് റുബൂബിയ്യത്ത്. അപ്പൊ ഉലൂഹിയത്തോ? അതിനാൽ ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുന്നത് അള്ളാഹ്ക്ക് മാത്രമേ ആവാവൂ എന്ന് അംഗീകരിക്കലാണ് ഉലൂഹിയത്ത്. നമ്മളോട് ലാ റബ്ബ ഇല്ലെന്നാണ് പറയാനാണോ പറഞ്ഞിരിക്കുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാനാണോ പറഞ്ഞിരിക്കുന്നത്? എന്താ പറഞ്ഞിരിക്കുന്നത്? പഠിച്ചേ പറ്റൂ. കൂട്ടരെ ഭാര്യ മക്കളെ ഇരുത്തിയിട്ട് പഠിപ്പിക്കും. ബഹുസ്വരത പറഞ്ഞിട്ട് ഞമ്മക്ക് അതും പറ്റും ഇതും പറ്റും എന്ന് പറഞ്ഞ സംഗതി നടക്കൂല. മെമ്പർഷിപ്പുകാരെങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതും പറ്റും ഇതും പറ്റും, അങ്ങനെയും പറ്റും ഇങ്ങനെയും പറ്റും. നമ്മൾ വേറെ എതിർക്കുകയും ചെയ്യേണ്ട, നമ്മളെല്ലാം ഒന്ന് തന്നെ. തിന്നലും കുടിക്കലും കല്യാണത്തിന് ബിരിയാണി വയ്ക്കലും പന്തലിൽ പോയി ഇരിക്കലൊക്കെ നമ്മൾ ഒന്നിച്ചാണല്ലോ. പിന്നെ ഇത് മാത്രം എന്തിനാ നമ്മൾ വേറെ എന്ന ചിന്താഗതി? പറ്റൂല കൂട്ടരെ, പറ്റൂല. ദീനുൽ ഇസ്ലാമിന്റെ ആദർശത്തിൽ വളരെ ശക്തമായ തീവ്രത, ആവശ്യങ്ങളുടെ കാര്യത്തിൽ മാനുഷികത, ഇതാണ് ഇസ്ലാമിന്റെ മുദ്രാവാക്യം. ആദർശത്തിൽ വളരെ ശക്തമായ തീവ്രത, ഒരു അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറല്ല. അത് അയിൻകാൻ ആബാവുക്കും, ഉപ്പയാണെങ്കിലും ശരി ഉമ്മയാണെങ്കിലും ശരി. എന്തെങ്കിലും ഒരു കാര്യത്തിൽ മോനെ ഈ പൈസ ഒന്നാ തങ്ങളെ ഭണ്ഡാരത്തിട്ടേക്ക് മോനെ എന്ന് ബാപ്പ രാവിലെ ഇറങ്ങുമ്പോ മോനോട് പറഞ്ഞാൽ ഫലാ തുതിഉഹുമാ, അനുസരിച്ചു പോകരുത് എന്ന് അല്ലാഹു തആല പറഞ്ഞു സൂറത്തുൽ ലുഖ്മാനിൽ. നിന്റെ ബാപ്പയും ഉമ്മയൊക്കെ ശരിയാണ്. ശിർക്കിന്റെ കാര്യത്തിൽ ബാപ്പാക്കും ഉമ്മാക്കും ഒരു പ്രത്യേകതയുമില്ല. ബാക്കിയുള്ള കാര്യത്തിൽ വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫാ, വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫാ, വസാഹിബുഹുമാ, മാതാപിതാക്കളോട് നിങ്ങൾ സഹകരിക്കും, മഅറൂഫ, മാനമായ രീതിയിൽ സഹകരിക്കും ദുനിയാവിന്റെ കാര്യത്തിൽ. വസാഹിബുഹുമാ, അവർ രണ്ടാളോടും നിങ്ങൾ സുഹബത്ത് കെട്ടണം, ഫിദ്ദുനിയ, ദുനിയാവിന്റെ കാര്യത്തിൽ, മഅറൂഫ, മാനമായ രീതിയിൽ. ആദർശത്തിന്റെ കാര്യത്തിൽ ഫലാ തുതിഉഹുമാ, അനുസരിക്കുന്ന പ്രശ്നം. എന്നിട്ടും പറയുന്നു നാം സലഫിയത്തിന്റെ അലിഫും ഭാവം പഠിച്ചവനും പറയുന്നു അത് നമ്മളെ ഉമ്മയല്ലേ, നമ്മളെ ഉപ്പയല്ലേ, നമ്മളെ അനിയനല്ലേ, നമ്മളെ ജ്യേഷ്ഠനല്ലേ, നമ്മളെ പെങ്ങളല്ലേ, നമ്മളെ കാരണവറല്ലേ,
അതേപോലെ തന്നെ നമ്മൾ ഒന്നിച്ച് ബിസിനസ് ചെയ്യുന്നവരല്ലേ, നമ്മളെ മഹല്ലല്ലേ, നമ്മളെ കബറല്ലേ, നമ്മളെ ഒരു പരിപാടിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. അത് നന്നായിട്ട് അറിയാം. ഇസ്ലാമിന്റെ പോളിസി ഇതാണെന്ന് ജൂതനസാറാക്കൾക്ക്. അതുകൊണ്ടാണ് അവർ ഇന്ന ശിർക്ക് ലദുൽമുൻ അദീം, തീർച്ചയായും ശിർക്ക് കൊടും പാതകമാണ് എന്ന് ആയത്ത് വെച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയെ എങ്ങനെയാണ് പൊളിക്കാൻ പറ്റുക എന്ന് ജൂതനസാറാക്കൾ ഒന്നിച്ചിരുന്ന് ആലോചിച്ചത്. 15-ാം നൂറ്റാണ്ട് മുതലല്ലേ കൂട്ടരെ ജൂതനസാറാക്കളും ഇസ്ലാമിനെതിൽ ഒന്നിച്ചാകാൻ തുടങ്ങിയത്. അതുവരെ അവർ രണ്ടുപേരും തമ്മിലല്ലേ കൊന്നോണ്ടിരുന്നത്. ലക്ഷോപലക്ഷം ജൂതന്മാരെ ക്രിസ്ത്യാനികൾ കൊന്നില്ലേ? ലക്ഷോപലക്ഷം ക്രിസ്ത്യാനികളെ ജൂതന്മാരും കൊന്നില്ലേ? 15-ാം നൂറ്റാണ്ട് വരെ അവർ പരസ്പരം കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? അത് കഴിഞ്ഞിട്ട് 16-ാം നൂറ്റാണ്ടിലല്ലേ അവർ രണ്ടുപേരും ഇസ്ലാമിനെ കൊല്ലുന്ന കാര്യത്തിൽ ഒരുമിച്ച് കൂടിയത്. അവസാനം 1992 മിസ്റ്റർ ഗോർബച്ചോവ് കമ്മ്യൂണിസം പിരിച്ചു വിട്ടു. അത് നമുക്ക് തിരിഞ്ഞിട്ടില്ല, ഇന്ത്യ വരെ തിരിയില്ല. മെമ്പർഷിപ്പും കീശിലിട്ടടക്കാൻ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. നമ്മൾ നെല്ലും പതിരും തിരിക്കാൻ നമ്മൾ ഇപ്പോഴും തയ്യാറല്ല. കാരണം നമ്മളെല്ലാം ബഹുസ്വരത്തിന്റെ ആൾക്കാരാ, മൃഗീയ ജനാധിപത്യത്തിന്റെയും മൃഗീയ മതേതരത്വത്തിന്റെ ആൾക്കാരാ. നമുക്ക് ഇന്ന് വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹയും തിരിഞ്ഞിട്ടില്ല, ഇല്ലൗലിയും തിരിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. വളരെ കൃത്യമായി 1992 മിസ്റ്റർ ഗോർബച്ചോവ് കമ്മ്യൂണിസം പിരിച്ചു വിട്ടപ്പോൾ ലോകത്തൊരു മതസഖ്യം രൂപപ്പെട്ടു വന്നു ഇല്ലേ? ഒരു മതസഖ്യം. അന്ന് ഹസാബ് രൂപപ്പെട്ടതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിൽ അല്ലാഹു തആല പരിശീലിപ്പിച്ച സഹാബാക്കളെയും വെച്ചുകൊണ്ട് ഇസ്ലാം ദീൻ മുന്നേറുകയാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അന്ന് ഹസാബ് ഉണ്ടായി. ഖൈബറിലെ ജൂതനും റോമിലെ ക്രിസ്ത്യാനിയും ഫേർഷ്യയിലെ മജൂസിയും മക്കയിലെ മുശ്രിക്കും ചതുർമത സഖ്യമുണ്ടാക്കി. അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം അവർ മറന്നു. എല്ലാവരും ഒരു മേശക്ക് ചുറ്റും മുഹമ്മദിനും മുഹമ്മദിന്റെ അനുയായികൾക്കുമെതിരെ ഹസാബ് യുദ്ധം. സഖ്യസേന അങ്ങനെയല്ലേ ഉണ്ടായത്? അവർ പടയെടുത്തു വന്നു. ലക്ഷങ്ങൾ 10,000-ങ്ങളാണ് വന്നത്. സഹാബാക്കൾ പേടിച്ചുപോയി. എല്ലാവരും ഒന്നിച്ചാ വന്നിരിക്കുന്നത്. എല്ലാ കരാറും ലംഘിച്ചു. മദീനയിൽ നിന്ന് ജൂതൻ കരാറ് ലംഘിച്ചു. മറ്റുള്ളവരും ഔസ് ഖസറത്തുകാർ അവരും കരാറ് ലംഘിച്ചു. മുശ്രിക്കീങ്ങൾ ആ കൂട്ടത്തിലുള്ള മക്കയിലെ മുശ്രിക്കീങ്ങൾ ഒന്നിച്ചുകൂടി മുഹമ്മദിനെയും മുഹമ്മദിന്റെ ദീനിനെയും ഇല്ലാതാക്കണമെന്ന് പറഞ്ഞ് പുറപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ധൈര്യം വിട്ടുകൊടുത്തു. സഹാബാക്കൾ വന്നിട്ട് പരാതി പറഞ്ഞു റസൂലുള്ളാഹി തങ്ങളോട്, പടയെടുത്തു വരികയാണ് റബ്ബേ നബിയെ, ലക്ഷങ്ങളാണ് ഒന്നിച്ചുള്ളത്, ആയുധങ്ങളാണ് നമ്മളാരും പാവങ്ങൾ, നമ്മൾ ന്യൂനപക്ഷം, നമ്മുടെ കയ്യിലൊന്നുമില്ല, സീറോ. പേടിയാവുന്നു നബിയെ. റസൂലുള്ളാഹി തങ്ങൾക്ക് സ്വന്തമായിട്ടൊന്നും സമാധാനിപ്പിക്കാൻ നിവൃത്തിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ധൈര്യം കൊടുത്തുകൊണ്ട് ആയത്തിറക്കുന്നു. ഓ മുഹമ്മദ് നബി, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ്. നിങ്ങളുടെ നാട്ടിന്റെ അടുത്ത് ആദ് സമൂഹവും ഇറമ സമൂഹവും അത്യുഗ്രമായ സ്തൂപങ്ങൾ പണിത് ആ സ്തൂപങ്ങൾക്ക് ചോട്ടിൽ പട്ടാളത്തെ വിന്യസിപ്പിച്ച് ഇസ്ലാമിനെയും മുസ്ലിമിനെയും ഇല്ലാതാക്കി കളയാൻ വേണ്ടി മെനക്കെട്ട ആദ് സമൂഹത്തെ നിങ്ങളെ റബ്ബ് എന്താണ് ചെയ്തത് എന്ന് നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ലേ നബിയെ? നിങ്ങളെ നാട്ടിന്റെ അടുത്ത് വെച്ച് സംഭവിച്ചല്ലേ അത്? ഭയങ്കരമായ പാറയുടെ മലകൾ തുറന്ന് ഗുഹകൾ ഉണ്ടാക്കി ആ ഗുഹക്കകത്ത് കോട്ടകൾ പണിത് പട്ടാളത്തെ വിന്യസിപ്പിച്ച് മുസ്ലിമിനെയും ഇസ്ലാമിനെയും ഇല്ലാതാക്കി കളയാൻ വേണ്ടി മെനക്കെട്ട സമൂദ് സാമ്രാജ്യത്തെ ഞാൻ തകർത്തിക്കളഞ്ഞില്ലേ നബിയെ? ചെങ്കടലിന്റെയും നൈൽ നദിയുടെയും തീരത്ത് പിരമിഡുകൾ ഉണ്ടാക്കി ആ പിരമിഡുകളെ രാഷ്ട്രീയാധിപത്യത്തിന്റെ സ്മാരകങ്ങളാക്കി നിർത്തി പട്ടാളത്തെ വിന്യസിപ്പിച്ച് മൂസ നബിയെയും മുസ്ലിം ന്യൂനപക്ഷത്തെയും ഇല്ലാതാക്കി കളയാൻ മെനക്കെട്ട ഫറോവയെയും സമൂഹത്തെയും ഞാൻ കൈകാര്യം ചെയ്ത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ മുഹമ്മദ് നബിയെ? നിങ്ങൾ എന്തിനാണ് അഹ്സാമിനെ കണ്ട് സഖ്യസേനയെ കണ്ട് പേടിക്കുന്നത്? ആ അല്ലാഹുവിലല്ലേ നിങ്ങളെ ഈമാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾക്ക് ഞാൻ റിസാലത്ത് തന്ന ആകാശവുമായി ബന്ധപ്പെടാൻ ഏർപ്പാടും ഉണ്ടാക്കി തന്നില്ലേ? എന്നിട്ടും എന്തിനാണ് പേടിക്കുന്നത്? ചോദിച്ചില്ലേ അല്ലാഹു തആല? ഈ ആയത്ത് ഇന്ന് നിലവിലില്ലേ? ഈ ആയത്ത് ഇന്ന് നിലവിലില്ലേ കൂട്ടരെ? അമേരിക്കൻ ക്രിസ്ത്യാനിറ്റിയും ഇസ്രായേലി ജൂതായിസവും ഇറാനിയൻ ഷീയിസവും അതേപോലെ തന്നെ ഇന്ത്യൻ ഫാസിസവും റഷ്യൻ കമ്മ്യൂണിസവും സഖ്യമതസേനയുണ്ടാക്കി ഇസ്ലാമിനും മുസ്ലിമിനും നേരെ തിരിഞ്ഞാൻ തുടങ്ങിയിട്ട് കൊല്ലം എത്രയായി? 1992 മുതൽ തുടങ്ങിയതല്ലേ ഒരു മേശയ്ക്ക് ചുറ്റും ഇവർ കൂട്ടരിക്കാൻ അല്ലേ? ഈ സഖ്യസേന
ഇസ്ലാമിനെതിരെ തിരിയാൻ തുടങ്ങിയിട്ട് 95 മുതൽ തുടങ്ങിയതല്ലേ? സംഭവിച്ചെന്താണ്? ഇന്ന് ലോകത്ത് എല്ലാവരും ശത്രുത മറന്നില്ലേ? ഷിയാക്കളും ജൂതനും ഒന്നിച്ചു കൂടുന്നതിന് ബുദ്ധിമുട്ടില്ല, ക്രിസ്ത്യാനിക്കും ജൂതനും ഒന്നിച്ചു കൂടുന്നതിന് ബുദ്ധിമുട്ടില്ല, പേർഷ്യയിലെ മജൂസിക്കും ജൂതനും ഒന്നിച്ചു കൂടുന്നതിന് ബുദ്ധിമുട്ടില്ല, റഷ്യയിലെ കമ്മ്യൂണിസത്തിന് ഒന്നിച്ചു കൂടുന്നതിന് ബുദ്ധിമുട്ടില്ല, അമേരിക്കൻ ഫാസിസത്തിന് അല്ലെങ്കിൽ ക്യാപിറ്റലിസത്തിന് ഒരുമിച്ച് കൂടുന്നതിന് ബുദ്ധിമുട്ടില്ല, ഇന്ത്യൻ ഫാസിസത്തിന് ഒരുമിച്ച് കൂടുന്നതിന് ബുദ്ധിമുട്ടില്ല. എന്തിനെതിരിൽ? ഇസ്ലാമിനെതിരിൽ. പക്ഷെ ഇത് തിരിച്ചറിയാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ല എന്ന് മാത്രം. അവരെന്തിനെതിരാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ ഖുർആനും ഉണ്ട്, ഹദീസും ഉണ്ട്. അപ്പോഴാ ഒരു കാസിമിയോ അല്ലെങ്കിൽ അസരി അല്ലെങ്കിൽ ഫൈസി ചോദിച്ചത് അതാണ് വെക്ക്. ഇപ്പൊ അതല്ല പ്രശ്നം. ഖുർആനും ഹദീസും അവിടെ വെക്ക് മൗലവി, അതല്ല ഇപ്പം ചർച്ച ചെയ്യേണ്ടത്. എന്താ കാര്യം? അതുകൊണ്ട് മനസ്സിലാകുന്ന വിഷയം എന്താണ്? 98% തലമണ്ടക്കകത്ത് ഇഖ്വാനി രാഷ്ട്രീയം അടിച്ചു കയറ്റി ഖുമൈനിയൻ ഷീയ്യത്തിന്റെ പാവകളും പറവുകളുമാക്കി മാറ്റിയല്ലേ 95% ജനങ്ങളെ. എന്നിട്ട് അവരുടെ വികാരത്തെ ചൂഷണം ചെയ്ത് കാശുണ്ടാക്കുകയല്ലേ പത്രക്കാരും മീഡിയക്കാരും. എന്നിട്ടും സമൂഹത്തിന് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ഇനിയും സമയമെടുക്കും തിരിച്ചറിയാൻ. അപ്പോഴേക്ക് ഏതാണ്ട് ഒരു തലമുറ തീരും. ഈ യസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും ഇൻ യശഅ യുദ്ഹിബുക്കും വയസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും. നിങ്ങൾ നേരെ ചൊവ്വ വരുന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഈ ഭൂമുഖത്തൊന്ന് മാറ്റും. ആരോടാ പറഞ്ഞ? അല്ലാഹു തആല ജൂതന്മാരോട് പറഞ്ഞതല്ല, ക്രിസ്ത്യാനികളോട് പറഞ്ഞതല്ല, ഫാസിസ്റ്റുകളോട് പറഞ്ഞതല്ല, കമ്മ്യൂണിസ്റ്റുകളോട് പറഞ്ഞതുമല്ല. ഇൻ യശഅ യുദ്ഹിബുക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് ആൾക്കാരോട് പറഞ്ഞതാണ്. നിങ്ങൾ എനിക്ക് തന്ന കരാർ അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഞാൻ ഇവിടുന്ന് പൊക്കും. ഇൻ യശഅ യുദ്ഹിബുക്കും, അള്ളാഹു ഉദ്ദേശിച്ചാൽ നിങ്ങൾ ഇവിടുന്ന് പൊക്കും. വയസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും, നിങ്ങളല്ലാത്തൊരു സമൂഹത്തെ ഞാൻ നിങ്ങൾക്ക് പകരം കൊണ്ടുവരും. അള്ളാഹു പറഞ്ഞതാ. അതന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 19-ാം നൂറ്റാണ്ടിൽ നാം കണ്ടത് എന്താണ്? ലോകത്ത് ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധകന്മാരിൽ ഏറ്റവും വലിയ പ്രബോധകൻ ആരാണ്? ക്രിസ്ത്യാനിസത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കൺവെർട്ട് ചെയ്തു വന്നവർ, ജൂതായിസത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കൺവെർട്ട് ചെയ്തു വന്നവർ, കമ്മ്യൂണിസത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കൺവെർട്ട് ചെയ്തു വന്നവർ, അല്ലേ? ഫാസിസത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കൺവെർട്ട് ചെയ്തു വന്നവരാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ദാഴികൾ. പാരമ്പര്യക്കാരായ ഞാനും നിങ്ങളും ഒരു ചുക്കും തിരിയാണ്ട് ഉറങ്ങുക. നമ്മൾ പാരമ്പര്യക്കാരാ. 1500 കൊല്ലത്തെ പാരമ്പര്യമുണ്ട് നമുക്ക് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹു തആല കൊടുത്തത് അവരുടെ കയ്യിലാണ്, കൺവെർട്ടഡ് മുസ്ലിമീങ്ങളുടെ കയ്യിൽ. കേരളത്തിലടക്കം ഇസ്ലാമിന്റെ ദഅവത്തിന്റെ മേഖലയിൽ തലപ്പത്തിരിക്കുന്നത് ഹിന്ദുമതത്തിൽ നിന്നും ബ്രാഹ്മണ മതത്തിൽ നിന്നും കൺവെർട്ട് ചെയ്ത് വന്നവരെയാണ്. പാരമ്പര്യക്കാരായ നാം നമുക്ക് റോഡിലിറങ്ങിയിട്ട് അങ്ങനെ തന്നെയെന്ന് പറയാനേ പഠിച്ചിട്ടുള്ളൂ. ഇതുവരെ പകരം ഒരു സംവിധാനം ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല, ഉലമാക്കൾക്കടക്കം. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന 21-ാം നൂറ്റാണ്ടിന്റെ സമാപനം ഈ പാരമ്പര്യ സമൂഹത്തെ പോക്കും, അടിസ്ഥാന സമൂഹത്തെ അള്ളാഹു പകരം കൊണ്ടുവരും. അതോടുകൂടി മാത്രമേ പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ. ഇന്ന് നാളെ അങ്ങ് പെട്ടെന്ന് അങ്ങ് തീരുന്നു അതും കരുതണ്ട. വല്ലാഹി അസ്ബാബുകളെ കൊണ്ട് അഹ്വാലുകളെ മാറ്റാൻ അള്ളാഹു ഒരുക്കമല്ല. അഹ്വാലുകളെ കൊണ്ട് മാത്രമേ അള്ളാഹു അഹ്വാലുകളെ മാറ്റുകയുള്ളൂ. എന്താ പറഞ്ഞ ഭാഷ മനസ്സിലായ? അഹ്വാൽ എന്ന് പറഞ്ഞ പരിസ്ഥിതി, ഇപ്പോഴത്തെ പൊതു അവസ്ഥ. അഹ്മാൽ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂൽ അനുസരിച്ചുള്ള കർമ്മങ്ങൾ, അതിനാണ് അഹ്മാൽ. അസ്ബാബ് എന്ന് പറഞ്ഞാൽ ബോംബ്, മിസൈൽ, പട്ടാളം, പീരങ്കി, ടാങ്ക്, ഇതൊക്കെ അസ്ബാബ്. വല്ലാഹി അസ്ബാബുകൾ ഉപയോഗിച്ച് മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥകൾക്ക് തഗയ്യുറാക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ വഅദക്കെതിരാണ്, അള്ളാഹുവിന്റെ കരാറിനെതിരാണ്. അസ്ബാബുകൾ ഉപയോഗിച്ച് അവസ്ഥകളെ മാറ്റാൻ പറ്റുമായിരുന്നുവെങ്കിൽ അസ്ബാബ് ആരെ കയ്യിലാണോ കൂടുതലുള്ളത് അവർക്കേ ജയിക്കാൻ പറ്റുള്ളൂ. ബദ്റിൽ അല്ലാഹു തആല ഒരു ഭാഗത്ത് അസ്ബാബ് നൽകി പട്ടാളത്തിന്, മറുഭാഗത്ത് മുഹമ്മദി മുസ്തഫക്കും ഉമ്മത്തിനും അഅമാലുകൾ നൽകി. അഅമാലുകൾ യഥാസ്ഥാനം വിജയിച്ചപ്പോൾ അസ്ബാബുകൾക്ക് ഒരു അഡ്രസ് ഉണ്ടായില്ല, സീറോ. അല്ലേ? അബൂജഹലിന്റെ, ഉത്ബത്തിന്റെ, ശൈബത്തിന്റെ അവരുടെ അവസ്ഥകൾ സീറോ ആയത് എപ്പോഴാണ്? മുഹമ്മദിന് പകരത്തിന് പകരം ആയുധം ഉപയോഗിച്ചപ്പോഴാണോ? പകരത്തിന് പകരം കുതിരകളെ ഉപയോഗിച്ചപ്പോഴാണോ? പകരത്തിന് പകരം ഒട്ടകങ്ങൾ ഉപയോഗിച്ചപ്പോഴാണോ? അല്ല, പകരത്തിന് അഅമാലുകൾ ഉപയോഗിച്ചപ്പോൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് എന്താണ്, മുഹമ്മദ് റസൂൽ അനുസരിച്ച് എങ്ങനെ ജീവിക്കണം എന്ന് കാണിച്ചു കൊടുത്തു റസൂലുള്ളാഹി തങ്ങളുടെ സഹാബാക്കളും. 100 മാർക്കാ ബദരീങ്ങൾക്ക് കിട്ടിയത്. മാർക്ക് 2 തരത്തിലാണ്. ഒന്ന് ദുനിയാവിൽ വിജയം, ആഖിറത്തിൽ ഉന്നത പദവി. നിങ്ങൾ ഒന്നുമല്ലായിരുന്നു, എന്നിട്ടും നിങ്ങളെ ബദറിൽ വെച്ച് സഹായിച്ചു അല്ലാഹു തആല. എന്താ കാര്യം? നിങ്ങളുടെ കയ്യിൽ ആദർശം ഉണ്ടായിരുന്നു. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള ഷഹാദ പ്യൂറാൻ, മുഹമ്മദുർ റസൂലുള്ളാഹിക്കുള്ള ഷഹാദ പ്യൂറാൻ. അതിന്റെ ബർക്കത്താണ്.
ഉഹുദിലെന്തേ പരാജയം? അഷ്റഫുൽ ഖൽക്കിന്റെ ഹദ്റത്തിൽ വെച്ചല്ലേ പരാജയം? ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഇവിടുത്തെ 95% ഇവിടുത്തെ ജാറങ്ങളിൽ ചെന്ന് ഇലാ ഹദ്റത്തിയും പറഞ്ഞിട്ട് അള്ളഹാനോട് സഹായിക്കാൻ ദുആ ചെയ്താൽ അന്തുവാക്ക് യോഗ്യൻ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ തങ്ങളല്ലേ? എന്തേ അഷ്റഫുൽ ഖൽക്കിന്റെ ദുആ ഉഹുദിൽ സ്വീകരിക്കപ്പെട്ടില്ല? നമ്മളെന്താ ചെയ്തത്? മുനിസിപ്പൽ ഓഫീസിൽ നിന്ന് ജാഥ തുടങ്ങി, ഐക്യദാർഢ്യ ജാഥ. ജാഥ ചെന്ന് അവസാനിച്ചത് മാലിക്കുദ്ദീനാറിന്റെ ജാറത്തില്. എന്നിട്ട് ജാറത്തിൽ ചെന്ന് ഇലാ ഹദ്റത്തിൽ വിളിച്ചിട്ട് ദുആ ജാറത്തിലെ തങ്ങളോടും തങ്ങളെ ബറക്കത്തുകൊണ്ട് അള്ളഹാനോടും ഫലസ്തീൻ രക്ഷപ്പെടാൻ. എന്തോ തോന്നിവാസമാണ് ചെയ്തത്? അള്ളാഹുവിനെ കൂടുതൽ വെറുപ്പിക്കുന്ന ഏർപ്പാടല്ലേ ചെയ്തത്? അള്ളാഹുവിനെ കൂടുതൽ കോപിപ്പിക്കുന്ന ഏർപ്പാടല്ലേ ചെയ്തത്? അള്ളാഹുവിന്റെ സഹത്തും കളവും വർദ്ധിക്കുന്ന ജോലിയല്ലേ ചെയ്തത്? എന്തിനാണ് മുസ്ലിമീങ്ങൾ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ഈ സമൂഹം, ഈ പാരമ്പര്യ സമൂഹം, ഈ വേഷധാരി, ഈ പുരോഹിത സമൂഹം എന്തിനാണ് ഈ ഉമ്മത്തിനെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ഉമ്മത്തിനെ കൂടുതൽ കഷ്ടത്തിലാക്കുന്നത്? ഉമ്മത്തിന് അള്ളാഹുവിന്റെ കോപം വർദ്ധിപ്പിച്ച് ഈ സമൂഹത്തെ വീട്ടിന്റെ ഉള്ളിൽ പോലും സ്വസ്ഥതയില്ലാത്തൊരവസ്ഥ ഉണ്ടാക്കപ്പെട്ട പുരോഹിതന്മാരും സംഘടനക്കാരും അല്ലേ തയ്യാറായത്? അവരല്ലേ ഈ സമൂഹത്തിന് ഇത്രയും നോവിച്ചത്? അള്ളാഹുവിന്റെ കോപത്തിലൂടെ അള്ളാഹു താല വെറുപ്പ് തീർക്കുന്ന ഒരു സമൂഹമാക്കി മാറ്റിയില്ലേ ഈ സമൂഹത്തെ? എന്താ തിരിച്ചറിയാൻ കഴിയാത്തത്? അള്ളാഹു സുബ്ഹാനഹു വ തആല 21-ാം നൂറ്റാണ്ടിലേക്ക് ദീനുൽ ഇസ്ലാമിന്റെ വളർച്ചയെ സൂചിപ്പിക്കുകയായിരുന്നു കാര്യങ്ങൾ. 19-ാം നൂറ്റാണ്ടില് ദീനുൽ ഇസ്ലാം ഇവിടുത്തെ ഇസങ്ങളും തമ്മിലുള്ള പോരാട്ടമായിരുന്നു. കമ്മ്യൂണിസവും ഇസ്ലാമും തമ്മിലുള്ള പോരാട്ടം, സൈനിസവും ഇസ്ലാമും തമ്മിലുള്ള പോരാട്ടം, ആദർശവും ഇവരുടെ ബാത്തിലും തമ്മിലുള്ള പോരാട്ടമായിരുന്നു. അന്നാണ് ഉലമാക്കൾ സടകുടഞ്ഞെഴുന്നേറ്റത്. 19-ാം നൂറ്റാണ്ടിന്റെ ഒടുക്കത്തോടുകൂടി ലോകത്ത് ദീനുൽ ഇസ്ലാമിന് വിജയം, ആദർശപരമായ വിജയം, ആദർശപരമായ പുരോഗതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനുൽ ഇസ്ലാമിന് അഡ്രസ് കൊടുത്തു. 19-ാം നൂറ്റാണ്ടിന്റെ ഒടുക്കത്തോടുകൂടി സംഭവിച്ചതോ, ഇസ്ലാം ലോകത്ത് വളരുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അഡ്രസ് വരുന്നുണ്ട്, മുഹമ്മദുർ റസൂലുള്ളാഹ് അഡ്രസ് വരുന്നുണ്ട്. അതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്നത് ന്യൂനപക്ഷം വരുന്ന സലഫികളാണ്. ഒരു കാരണവശാലും അത് അനുവദിച്ചുകൂടാ. അതുകൊണ്ട് തന്നെ ചതുർമത സഖ്യത്തിന്റെ സമയമായി എന്നും പറഞ്ഞിട്ടല്ലേ ഇവര് 4 പേരും കൂടി അമേരിക്കൻ ക്രിസ്ത്യാനിറ്റിയും റഷ്യൻ കമ്മ്യൂണിസവും ഇസ്രായേലി ജൂതനും അതേപോലെ തന്നെ ഇറാനിയൻ ഷിയത്തും അതേപോലെ തന്നെ ഇന്ത്യൻ ഫാസിസവും ഒരുമിച്ച് കൂടി ഇരുന്നിട്ട് സലഫിയത്തെ തകർക്കാൻ മെനക്കെട്ടത്. അങ്ങനെയല്ലേ ലക്ഷോപലക്ഷം സലഫികളായ സുന്നികളായ മുസ്ലിം സമൂഹത്തെ 19-20 നൂറ്റാണ്ട് കാലം കൊന്നൊടുക്കിയത് ശിയാക്കളടക്കം. ആരുടെ ചോദിക്കാനും പറയാനും? കാരണം 95% അപ്പുറത്തല്ലേ. ആര് ചോദിക്കാൻ, ആര് പറയാൻ? തിരിച്ചറിയാൻ അല്ലാഹു തആല തൗഫീഖ് നസീബാക്കി തരട്ടെ. ഇതൊരു വലിയ വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് വ്യക്തികൾക്ക് നൽകുന്നത് വ്യക്തികളെ പരിഗണിച്ചുകൊണ്ട് മാത്രമാണ്. ഒരു റസൂലിന്റെയോ നബിന്റെയോ മറ്റോ ഇടപെടലുകൾ കൊണ്ടല്ല. മറിച്ച് ഹിദായത്ത് കിട്ടിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞിരിക്കുന്നത് ഇസ്തിഖാമത്ത് നിങ്ങൾ നോക്കിക്കൊള്ളണം, ഇസ്തിഖാമത്ത് നിങ്ങൾ പരിശ്രമിച്ചുണ്ടാക്കിക്കൊള്ളണം. ഹിദായത്ത് ഞാൻ നിങ്ങൾ കോശാരമായി. എന്താണ് ഹിദായത്ത്? മാമാനൽ ഹിദായ. ഇനിയും ഞാൻ പറയട്ടെ, ഹിദായത്തിന്റെ മാന എന്താണ്? മലയാളികൾ പഠിച്ചു വെച്ചിരിക്കുന്നത് സന്മാർഗം. എന്താണ് ഈ സന്മാർഗം എന്ന് പറഞ്ഞാൽ? NH-ലൂടെ റോട്ടിലൂടെ യാത്ര ചെയ്യാന്ന്. എന്താണ് ഹിദായത്ത്? ഹിദായത്തിന് മലയാളത്തിൽ വിവക്ഷിക്കാൻ ഇതേ വാക്കുള്ളൂ. ഒരു മനുഷ്യന് അവന്റെ ദൈനംദിന ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ പ്രശ്നങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ പറയൂ. ഞാൻ ഈ മാനസികാവസ്ഥക്കാണ് ഹിദായത്ത് എന്ന് പറയുന്നത്. ഹിദായത്ത് കിട്ടിയവർക്കേ അത് പറയാൻ കഴിയുള്ളൂ. ഹിദായത്തുള്ളവർക്കാണ് അത് ചിന്തിക്കാൻ കഴിയുള്ളൂ. അതെ, ഒരാൾ ഹിദായത്തിലാണ് എന്നതിന്റെ തെളിവ് അതാണ്. എനിക്ക് ധൈര്യമായിട്ട് ഞാൻ ഹിദായത്തിലാണെന്ന് പറയാം. ഇസ്തിഖാമത്തിലാണ് പറയാൻ എനിക്ക് ധൈര്യമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞാൻ ഹിദായത്തിലാണെന്ന് പറയാം. ഇസ്തിഖാമത്തിലാണ് നമ്മളെന്ന് പറയാൻ ധൈര്യമില്ല. ഹിദായത്ത് എന്താണ്? ഞാൻ എൻ്റെ അള്ളാഹുവിനോട് മാത്രമേ അള്ളാഹുവിനെ അറിഞ്ഞതിന് ശേഷം ബന്ധപ്പെട്ടിട്ടുള്ളൂ. അള്ളാഹുവിനെ അറിഞ്ഞതിന് ശേഷം ഞാൻ മറ്റ് ഒരാളുമായിട്ടും ഒരു ഷെയ്ഖുമായിട്ടും ഒരു വലിയുമായിട്ടും വഫാത്തായി പോയ നബിയുമായിട്ടും റസൂലുമായിട്ടും ഒരു ജിന്നുമായിട്ടും മലക്കുമായിട്ടും ഒരിടപാടും അള്ളാഹനെ മനസ്സിലായതിനു ശേഷം ഞാൻ നടത്തിയിട്ടില്ല. എൻ്റെ അടുക്കളക്കാര്യം തൊട്ട് അങ്ങാടിക്കാര്യം വരെ, അങ്ങാടിക്കാര്യം തൊട്ട് അന്താരാഷ്ട്ര കാര്യം വരെ, ദീനിന്റെ കാര്യം തൊട്ട് ദുനിയാവിന്റെ കാര്യം വരെ ഞാൻ എൻ്റെ അള്ളാഹുവിനെ ബന്ധപ്പെട്ടതിന് ശേഷമേ അള്ളാഹ് അനുവദിച്ച അസ്ബാബുകളെ പോലും ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നൊരുത്തന് തോന്നുന്നുണ്ടെങ്കിൽ അവൻ ഹിദായത്തിലാണ്, സംശയമില്ലാതെ ഹിദായത്തിലാണ്. ലലാലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ദുർമാർഗം. ദുർമാർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ടേ കേട്ട് ശീലമുള്ളൊരു വാക്ക്. എന്താണ് ദുർമാർഗം?
ഒരു മനുഷ്യൻ അവന്റെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലാഹു അല്ലാത്ത ശക്തികൾ, വ്യക്തികൾ, വലിയുകൾ, ശൈഖുകൾ, ബീവിമാർ, ബാവമാർ, വഫാത്തായി പോയ നബിമാർ, റസൂലുകൾ, ജിന്നുകൾ, മലക്കുകൾ എന്നിത്യാദി വരുന്ന ആരെങ്കിലോടുമോ മാനസികമായിട്ടൊരു നേരിയ ബന്ധം ഉണ്ട് എങ്കിൽ അവൻ ലലാലത്തിലാണ്, സംശയമില്ലാതെ ലലാലത്തിലാണ്. അതുകൊണ്ട് ഞാൻ ഹിദായത്തിലാണോ ലലാലത്തിലാണോ എന്ന് തിരിച്ചറിയാൻ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ കാര്യം ഒന്ന് പരിശോധിച്ചാൽ മതി. പക്ഷെ ഇസ്തിഖാമ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹിദായത്ത് നൽകിയ മുഅ്മിനീങ്ങളോട് നിങ്ങൾ പരിശ്രമിച്ചുണ്ടായിക്കൊള്ളണം ഹിദായത്ത്, ഇസ്തിഖാമത്ത്. അത് ഏത് സമയത്തും ഡിസ്മിസ് ആവാം, ഏത് സമയത്തും സസ്പെൻഡ് ആവാം, ഏത് സമയത്തും നിങ്ങളുടെ ഹിദായത്തിന് ഡാമേജ് വന്ന് ഉപയോഗശൂന്യമാവാം. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കാര്യം അപകടമാണ്. അംബിയാ മുർസലീങ്ങളോട് പറഞ്ഞു, നിങ്ങളെ ഹിദായത്തിനൊരു പോറലും ഏൽക്കൂല. അതുകൊണ്ടാണ് അംബിയാ മുർസലീങ്ങൾ മാസൂമീങ്ങളായത്. എന്താണ് അംബിയാ മുർസലീങ്ങൾ മാസൂമീങ്ങൾ എന്ന് പറഞ്ഞാൽ? ഒരിക്കലും അവർ ഹിദായത്തിന് പോറലേൽക്കൂല. അത് അല്ലാഹു തആല സംരക്ഷണം നൽകിയിട്ടുണ്ട്, കാവൽ നൽകിയിട്ടുണ്ട്. അല്ലാത്ത ആർക്കും ഒരു ഉറപ്പും അല്ലാഹു തആല നൽകിയിട്ടില്ല. ആ ഇസ്തിഖാമത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കാണിച്ച ആദരവാണ് ഒരു റസൂലിനെ നിയോഗിച്ചു തന്നു എന്നത്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. അവിടെയാണ് റിസാലത്തിന്റെ പ്രസക്തി. അല്ലാഹു തആല പറഞ്ഞു, ലഖദ് മന്നല്ലാഹ്, അല്ലാഹു തആല മിന്നത്ത് ചെയ്തിരിക്കുന്നു, അനുഗ്രഹം ചെയ്തിരിക്കുന്നു. ആർക്ക്? അലൽ മുഅ്മിനീൻ, ഹിദായത്ത് കിട്ടിയവർക്കാണ് ആ മിന്നത്ത്. ഹിദായത്ത് കിട്ടിയവർക്ക്, മുഅ്മിനീങ്ങൾക്കാണ് ആ അനുഗ്രഹം. എന്താണ് അനുഗ്രഹം? ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരെ കൂട്ടത്തിൽ നിന്നൊരു റസൂലിനെ അവർക്ക് അയച്ചു കൊടുത്തു എന്നത് മുഅ്മിനീങ്ങളോട് കാണിച്ച അനുഗ്രഹമാണ്. ശരിക്കും എന്താ പറയേണ്ടത്? ഇവിടുത്തെ ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും ജൂതന്മാരും മജൂസികളോടും അല്ലാഹു തആല വലിയ കരുണയാണ് കാണിച്ചത്. മുഹമ്മദ് റസൂലൊക്കെ അയച്ചതുകൊണ്ടാണ് അവർ മതം മാറി വന്നതെന്നല്ലേ പറയേണ്ടത്. മതം മാറി വരുന്നതുമായിട്ടല്ല അല്ലാഹു തആല ഈ ബന്ധം. മാറി വന്നവരെ സംബന്ധിച്ചാണ് ഈ മിന്നത്ത് അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നത്. അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ഹിദായത്ത് ഓശാരമായിട്ട് കിട്ടിയവർക്ക് അള്ളാഹു ചെയ്ത നിഅമത്തും മിന്നത്തും എന്താണ്? ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. ആ ഹിദായത്ത് നിലനിർത്തിക്കൊണ്ടുപോകാൻ, മരിക്കുന്നത് വരെ ലൈവാക്കി നിർത്താൻ ആ യോഗ്യമായ രീതിയിൽ ഒരു റസൂലിനെ അവർക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് മിന്നത്ത്. ആ റസൂൽ എന്ത് ആയുധവുമായിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് ഇറങ്ങി വന്നത്? എന്താണ് അവരുടെ കയ്യിലുള്ള ചരക്ക്, അസ്ബാബ് എന്താണ് അവരുടെ കയ്യിലുള്ള മെറ്റീരിയൽ? ദീനുൽ ഇസ്ലാം. അവിടെയാണ് ഇസ്ലാം ചർച്ചയ്ക്ക് വരുന്നത്. ഹിദായത്തും റിസാലത്തും കഴിഞ്ഞിട്ടാണ് ഇസ്ലാം ചർച്ചയ്ക്ക് വരുന്നത്. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഖാമത്തിന് വേണ്ടി റസൂലിനെ അയച്ചു. ആ റസൂലിന്റെ കയ്യിൽ അല്ലാഹു തആല കൊടുത്ത ഉപകരണം ദീനുൽ ഇസ്ലാം. അവിടെയാണ് ഇസ്ലാം വരുന്നത്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസ്. ഇസ്ലാം 5 കാര്യങ്ങളാണ്. ആ 5 കാര്യം എന്തിനു വേണ്ടിയുള്ളതാണ്? ഷഹാദത്ത് നിലനിർത്തിക്കൊണ്ടു പോകാനുള്ളതാണ്. ആ 5 കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തരാനാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് പ്രവർത്തിച്ച് കാണിച്ചു തരാനാണ് അസ്ഹാബു റസൂലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനുൽ ഇസ്ലാമിനെ നൽകിക്കൊണ്ട് മുഹമ്മദ് മുസ്തഫ തങ്ങളോട് പറഞ്ഞു, ഓ മുഹമ്മദ്, നിങ്ങൾ ആദ്യത്തെ കാര്യം നിങ്ങളായിരിക്കണം അതിന്റെ സാക്ഷി. ഉലൂഹിയത്തിന് ഷഹാദ നിങ്ങൾ പറയണം. അഷ്റഫുൽ ഖൽഖിനെ കൊണ്ട് അല്ലാഹു ഷഹാദത്ത് പറയിപ്പിച്ചു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നി, അല്ലെങ്കിൽ വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. മുഹമ്മദ് മുസ്തഫ തങ്ങളെ കൊണ്ടും പറയിപ്പിച്ചു അല്ലാഹു തആല. കാരണം മുഹമ്മദ് നബിക്കും ബാധകമാണ് ഈ വിഷയം. മുഹമ്മദ് നബിന്റെ ഹിദായത്തിന് അല്ലാഹു തആല ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിലും ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങളെ പരിശീലിപ്പിക്കണമെങ്കിൽ ആ മുഹമ്മദ് മുസ്തഫ ഈ കാര്യം ഇസ്തിഖാമത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ആളാണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരണം. അതിനു വേണ്ടിയിട്ട് മുഹമ്മദ് മുസ്തഫ തങ്ങളോട് പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല, ഓ മുഹമ്മദ് നബി,
കുറച്ചു കാലം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പരിശീലനവുമായിട്ട് മുന്നോട്ട് പോ, സ്വന്തം തർബിയത്തുമായിട്ട് മുന്നോട്ട് പോ. ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു വ ഇൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല. മുഹമ്മദ് നബിക്ക് മാത്രം ബാധകമായ വിഷയം പറഞ്ഞു കൊടുത്തു തുടങ്ങി അല്ലാഹു തആല. നുബുവത്തിനെ വെച്ചുകൊണ്ട് നിസ്കാരം പരിശീലിപ്പിച്ചു. രാത്രി സമയത്തുള്ള നിസ്കാരം നിബിധങ്ങളെ കൊണ്ട് പരിശീലിപ്പിച്ചു. അങ്ങനെ ഓരോ പുണ്യകർമ്മങ്ങളും നിബിധങ്ങളെ കൊണ്ട് പരിശീലിപ്പിച്ചു. 3 കൊല്ലം കൊണ്ടൊരു പാകമായി. അല്ലാഹു തആല പറഞ്ഞു, ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല, ഒരു ഭാരിച്ച ഉത്തരവാദിത്വം നിങ്ങളെ ഞാൻ ഏൽപ്പിക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് മാനസികമായിട്ട് ഒരുങ്ങിക്കൊള്ളണം. അതിന് നിങ്ങളെ റൂഹിയായ താക്കത്തുണ്ടാക്കിയെടുക്കണം. റൂഹിയായ താക്കത്തുകൊണ്ട് മാത്രമേ ദഅവത്ത് യാഥാർത്ഥ്യമാവുകയുള്ളൂ. വല്ലാഹി അസ്ബാബിയായ താക്കത്തുകൊണ്ട് ദഅവത്ത് യാഥാർത്ഥ്യമാകുകയില്ല. അല്ലാഹു തആല ഓരോന്നിനും ഓരോ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. ദഅവത്ത് യാഥാർത്ഥ്യമാകുന്നതിന് അല്ലാഹു വെച്ചിരിക്കുന്നത് റൂഹിയായ താക്കത്താണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് 3 വർഷമാണ് അല്ലാഹു തആല ജോലി ചെയ്യിപ്പിച്ചത്. സ്വന്തത്തിന് വേണ്ടി, റൂഹിയായ താക്കത്തുണ്ടാകാൻ വേണ്ടി. ഇപ്പൊ തന്നെ അല്ലാഹു തആല പറഞ്ഞിരുന്നു മുഹമ്മദ് നബിയോട്, ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല, ഭാരമേറിയ ഒരു ജോലി നിങ്ങൾക്ക് ഞാൻ ഇട്ടുതരാൻ പോകുന്നുണ്ട്. അതിനുവേണ്ടി ഒരുങ്ങിക്കൊള്ളണം. പാകമായപ്പോൾ, സമയം വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖിനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ, എഴുന്നേൽക്ക്. ഇനി സ്വന്തത്തിന് വേണ്ടി മാത്രം പരിശ്രമിക്കേണ്ട സമയമല്ല, മറ്റുള്ളവർക്കും കൂടി മുന്നറിയിപ്പ് കൊടുക്കും. എന്താണ് അവർക്ക് കൊടുക്കേണ്ട മുന്നറിയിപ്പ്? നിങ്ങളെ ഖുറൈശിക്കൂട്ടം ആർക്കാണ് കൊടുക്കേണ്ടത്, എന്താണ് കൊടുക്കേണ്ടത്, എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, ഒന്നും തിരിയുന്നില്ല റസൂലുള്ളാഹി തങ്ങൾക്ക്. എങ്ങനെയാണ് ഇത് പറയാൻ തുടങ്ങേണ്ടത്, എവിടെ പോയിട്ടാണ് പറയേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിന് തർബീത്ത് പരിശീലനം കൊടുക്കുന്ന രീതി ഉടൻ തന്നെ അറിയിച്ചു. അൻദിർ അശീറത്തക്കൽ അഖ്റബീൻ. മുഹമ്മദ് നബി ഒന്നും തിരിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിക്കണ്ട. നിങ്ങൾ ആദ്യം അടുത്ത കുടുംബക്കാരെ വിളിച്ചിട്ട് ഈ കാര്യം അങ്ങ് പറ. അപ്പോൾ നെല്ലും ബദിരും തിരിയും. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൽക്കാരം ഉണ്ടാക്കിയതും ബനുൽ മുത്തലിബിനെ വിളിച്ചിട്ട് തിന്നാൻ കൊടുത്തതും പിന്നെ സഫാ മലയിൽ കയറിയിട്ട് കുടുംബക്കാരെ മാത്രം വിളിച്ചതും. എന്നിട്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ ഇസ്തിഖാമത്തിന് വേണ്ടിയുള്ള ആദ്യത്തെ മൊഴി കൊടുത്തു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കണം. അതാണ് ഇസ്തിഖാമത്തിൻ്റെ ഒന്നാമത്തെ കാര്യം. എനക്കും നിങ്ങൾക്കും ഹിദായത്ത് നിലനിർത്തിക്കൊണ്ടു പോകണമെങ്കിൽ നാം സ്വീകരിക്കേണ്ട രീതി, നാം അല്ലാഹ് കൊടുത്ത ഷഹാദത്ത് കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. നമ്മുടെ ഷഹാദത്ത് ദുർബലപ്പെട്ടു പോയിട്ടുണ്ടോ, സ്ഥിരമായി നിൽക്കുന്നുണ്ടോ നോക്കണം. അത് 24 മണിക്കൂറും പരിശോധിച്ചുകൊണ്ടിരിക്കണം. ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും. 24 മണിക്കൂറിൽ ഒരു മിനിറ്റ് പോലും പാഴായി പോകാൻ പാടില്ല. 24 മണിക്കൂറും ലൈവായിട്ട് നിൽക്കണം ഷഹാദ. ഉറക്കുമ്പോഴും ഊടുമ്പോഴും കക്കൂസി കയറുമ്പോഴും കക്കൂസ് നിറങ്ങുമ്പോഴും തിന്നുമ്പോഴും കുടിക്കുമ്പോഴും എല്ലാ സമയത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ, മുഹമ്മദുർ റസൂലുള്ളാഹ് കൊടുത്ത ഷഹാദ എത്രത്തോളം പ്രാവർത്തികമാകുന്നുണ്ട് എന്ന് പരിശീലിപ്പിക്കുന്നുണ്ട് അല്ലാഹു തആല. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട വിഷയം അതാണ്. എൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തെങ്കിലും പോർലേറ്റിട്ടുണ്ടോ? ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ അശ്ഹദു, ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ് ഇന്നു മുതൽ. എന്താണ് ഞാൻ തെളിയിക്കുക? അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഐ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. ഇന്നു മുതൽ ഞാൻ എന്താവശ്യമുണ്ടെങ്കിലും എൻ്റെ അള്ളാഹിനോട് മാത്രമേ ചോദിക്കുകയുള്ളൂ. അള്ളാഹു അല്ലാത്ത ആരെയും ഈ വിഷയത്തിൽ പരിഗണിക്കുന്ന പ്രശ്നമില്ല. അശ്ഹദു, അത് ജീവിച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. ഇതാണ് നാം എന്നോടും നിങ്ങളോടും ചോദിക്കുന്നത്. നെഞ്ചത്ത് കൈവച്ചിട്ട് ചോദിക്കാൻ, അള്ളാഹ് കൊടുത്ത ഈ കരാറ് പാലിക്കപ്പെട്ടിട്ടുണ്ടോ, ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നാം ചോദിക്കൽ നിർബന്ധമാണ് ഓരോ ദിവസവും. എന്തുകൊണ്ടാ ദിവസവും? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ബാദിറു ബിൽ അഅമാലി ഫിതനൻ കഖിതഇൽ ലൈലിൽ മുദ്ലിം ഫയുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറ വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ. അഅമാലുകളെ കൊണ്ട് നിങ്ങളെ ഈമാനിനെ ജാഗ്രത പാലിച്ചു കൊള്ളണം. ഏത് സമയത്തും ഇത് പൊളിയാ. ഈ ഹിദായത്ത് ഏത് സമയത്തും നഷ്ടപ്പെടാം. ഫയുസ്ബിഹു റജുലു മുഅ്മിന, രാവിലെ ഒരാൾ പ്യൂർ മുഅ്മിനായിരിക്കും. വയുംസി കാഫിറ, വൈകുന്നേരമാകുമ്പോഴേക്കും അയാളെ ഹിദായത്ത് നഷ്ടപ്പെട്ട് കുഫറിലേക്ക് പോകാം. വയുംസി മുഅ്മിന, വൈകുന്നേരം അയാൾ പ്യൂർ മുഅ്മിനായിരുന്നു. വയുസ്ബിഹു കാഫിറ, നേരം വെളുക്കുമ്പോഴേക്ക് അയാളെ ഈമാൻ നഷ്ടപ്പെട്ട് ഹിദായത്ത് നഷ്ടപ്പെട്ട് കുഫറിലേക്ക് പോകാം. അതുകൊണ്ട് ജാഗ്രത പാലിച്ചുകൊള്ളുക. യബിഉ ദീനഹു ബിഅറളിൻ മിനദ് ദുനിയ, ദുനിയാവിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ദീനിനെ വിൽപ്പന ചരക്കാക്കുന്നവരായിരിക്കും അവർ. അതും കൂടി അതിൻ്റെ ഒക്കെ കൂട്ടി പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഇസ്തിഖാമത്ത് ആഗ്രഹിക്കുന്നവർ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, കൃത്യവും വ്യക്തവുമായിട്ട് പറയട്ടെ. ഉലമാക്കളടക്കം, മുദർരിസുമാരടക്കം, ഖാദിമാരടക്കം, മിമ്പറിന്റെയും മെഹ്റാബിന്റെയും കാവൽക്കാർ, ഉമ്മത്തിന്റെ തലപ്പത്ത് നയിക്കുന്ന സംഘടനാ നേതാക്കന്മാർ വളരെ കൃത്യമായി ശ്രദ്ധിച്ചിരിക്കേണ്ടത്,
നാം ഓരോരുത്തരുടെയും ഹിദായത്ത് ഇസ്തിഖാമത്തിലാണോ എന്നാണ്. എന്നിട്ട് മതി നാട്ടുകാരെന്നാക്കുന്ന പരിപാടി എന്ന്. എന്നിട്ട് മതി നാട്ടുകാരെന്നാക്കുന്ന പരിപാടി. ഖത്തീബായ ഞാൻ എന്റെ മനസ്സോട് ചോദിക്കുക, എന്റെ ഹിദായത്തിൽ ഞാൻ നീതി പാലിച്ചിട്ടുണ്ടോ? എന്റെ ഈ ഷഹാദത്തിൽ ഓരോ ഖത്തീബുമാരും മുദരിസുമാരും സ്വന്തത്തോട് ചോദിക്കുക, എന്റെ ഷഹാദത്തിൽ ഞാൻ നീതി പാലിച്ചിട്ടുണ്ടോ? ഞാൻ അള്ളാഹ് കൊടുത്ത കരാറ് ലംഘിച്ചിട്ടുണ്ടോ അതോ പാലിച്ചിട്ടുണ്ടോ? കൃത്യമായി സ്വന്തത്തോട് ചോദിച്ചാൽ മറുപടി കിട്ടും. സ്റ്റേജിൽ കയറി മറ്റുള്ളവരോട് പറയുമ്പോൾ അല്ലേ വളച്ചും തിരിച്ചും പറയേണ്ടുള്ളൂ. സ്വന്തത്തോട് ചോദിക്കുമ്പോൾ വളച്ചും തിരിച്ചൊന്നും പറയേണ്ടിയില്ലല്ലോ. സ്വന്തത്തോട് ചോദിച്ചിട്ട് ഉറപ്പുവരുത്തണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ ബാത്തിലായി കിടക്കുകയാണോ അതോ ഹലാലായി സഹിയായിട്ട് തന്നെ തുടരുകയാണോ? ഉടൻ തന്നെ ചോദിക്കണം, ഞാൻ മുഹമ്മദ് ഈ റിസാലത്തിന് ഷഹാദത്ത് കൊടുത്തവനാണ് ഞാൻ. വഅശ്ഹദു, ഇനിയും ജീവിച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ് അല്ലാഹുവേ, നിനക്ക് ഉറപ്പ് തരുന്നു. മുഹമ്മദൻ റസൂലുള്ളാഹ്, നീ എനിക്ക് നിയോഗിച്ചയച്ചു തന്ന മുഹമ്മദ് നിന്റെ റസൂലാ. അത് ഞാൻ തെളിയിക്കും. അത് ബാർബർ ഷാപ്പിൽ കയറുമ്പോൾ തെളിയിക്കും, കല്യാണം നടത്തുമ്പോൾ തെളിയിക്കും, മക്കളെ കല്യാണത്തിനും തെളിയിക്കും, ആ മക്കളെ കല്യാണത്തിനും ഞാൻ തെളിയിക്കും, പെമ്മക്കളെ കല്യാണത്തിനും ഞാൻ തെളിയിക്കും, അതേപോലെ തന്നെ തക്കാരിട്ടാക്കുമ്പോൾ ഞാൻ തെളിയിക്കും, കച്ചവടം ചെയ്യുമ്പോൾ ഞാൻ തെളിയിക്കും. അശ്ഹദു അശ്ഹദു, മുഹമ്മദ് ഈ റിസാലത്തിന് കൊടുത്ത ഷഹാദത്ത് അനുസരിച്ചാണോ ഈ കാര്യങ്ങളൊക്കെ നടന്നത് അതോ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ഉലമാക്കളും ഉമറാക്കളും സാധാരണക്കാരും നെഞ്ചത്ത് കൈവച്ചിട്ട് ചോദിക്കേണ്ട നിമിഷമാണ്. അതാണ് ഷഹാദത്തിനെ സഹിയാക്കുക എന്ന് പറഞ്ഞാൽ. ഷഹാദത്തിനെ സഹിയാക്കി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് അള്ളാഹു ആവശ്യപ്പെട്ടത് നിസ്കാരമാണ്, പിന്നെ ആവശ്യപ്പെട്ടത് നോമ്പാണ്, സക്കാത്താണ്, പിന്നെ ആവശ്യപ്പെട്ടത് നോമ്പാണ്, പിന്നെ ആവശ്യപ്പെട്ടത് ഹജ്ജാണ്. ഇതെല്ലാം എന്തിനു വേണ്ടിയുള്ളതാണ്? ഷഹാദത്ത് കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ളതാണ്. ഷഹാദത്ത് എന്തിനു വേണ്ടിയുള്ളതാണ്? ഈമാൻ കബൂലാക്കാൻ വേണ്ടിയുള്ളതാണ്. ഷഹാദത്ത് അടിസ്ഥാനവും ബാക്കിയുള്ളത് അതിൻ്റെ അനുബന്ധവും ആണ്. രണ്ട് ഷഹാദത്തിനെ നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള ഉപകരണമാണ് 5 നേരത്തെ നിസ്കാരം. 2 ഷഹാദത്തിനെ നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള ഉപകരണമാണ് നോമ്പ്, ഉപകരണമാണ് സക്കാത്ത്. നിസ്കാരത്തിന് സ്വന്തമായിട്ടൊരു സ്റ്റാൻഡ് ഇസ്ലാമിലില്ല. ഷഹാദത്തുമായി ബന്ധമുണ്ടാകുമ്പോഴേ നിസ്കാരത്തിന് അഡ്രസ്സുള്ളൂ. സക്കാത്തിന് സ്വന്തമായി ഒരു അഡ്രസ്സും ഇല്ല. എത്രയോ ക്രിസ്ത്യാനികളും സക്കാത്ത് കൊടുക്കുന്നു, ദാനധർമ്മം ചെയ്യുന്നു. ജൂതന്മാര്, ഹിന്ദുക്കള്, കമ്മ്യൂണിസ്റ്റുകൾ എല്ലാവരും ദാനധർമ്മങ്ങൾ ചെയ്യുന്നു. അതൊന്നും ദീനുൽ ഇസ്ലാമുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ അതിന് ഷഹാദത്തുമായിട്ട് ബന്ധമുണ്ടാകണം. അതാണ് മുസ്ലിം ഉമ്മത്തിന്റെ അമലിന്റെ പ്രത്യേകത. മുസ്ലിം ഉമ്മത്ത് ചെയ്യുന്ന അമല് ഷഹാദത്തുമായി ബന്ധമാകണം, അല്ലെങ്കിൽ മറ്റു മതക്കാരുമായിട്ട് മാത്രമായിരിക്കും അവർക്ക് സാദൃശ്യം. നാളെ ആഖിറത്തിലെത്തിയാൽ മറ്റു മതക്കാരോടൊപ്പമായിരിക്കും അവർ ഹാജരാക്കപ്പെടുക. അവസാനം ഹജ്ജിന്റെ കാര്യമായിരുന്നു നാം പറഞ്ഞു നിർത്തിയത്. മുഖവര് പറയുമ്പോൾ സമയം പോകും. ഹജ്ജിന്റെ കാര്യത്തിൽ അല്ലാഹു തആല ഷഹാദത്ത് പരിശോധിക്കുന്ന 1-2 വഴികൾ നാം പറഞ്ഞു തന്നു. ഹജ്ജ് എന്നാൽ എന്താണ്, ഉംറ എന്നാൽ എന്താണ്, ഇൻഷാ അല്ലാഹ് മറ്റുവഴിക്ക് തിരിയാതെ തന്നെ അള്ളാഹു ഇൽമിൽ ബറക്കത്തും അമലിന് തൗഫീഖും തന്ന് അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അവൻ്റെ മഖബൂലിങ്ങളായ ഇബാദുകളിൽ ഉൾപ്പെടുത്തി തന്ന ഹിദായത്ത് അത് ഒരു പോറലു ഏൽക്കാതെ മരിക്കുന്നത് വരെ നിലനിർത്തി, മരിക്കാൻ നേരത്ത് ഒരു പോറലു ഏൽക്കാത്ത ഷഹാദത്ത്, ആ കരാറ് പത്രം അള്ളാഹുവിനെ ഏൽപ്പിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ആ കരാറ് പത്രം അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാക്കി അള്ളാഹുവിൻ്റെ അടുത്ത അയൽവക്കക്കാരെ കൂട്ടത്തിൽ ആ ന്യൂനപക്ഷം, ആ ചെറിയ ന്യൂനപക്ഷം, ആ ന്യൂനപക്ഷത്തോടൊപ്പം അള്ളാഹിൻ്റെ സ്വന്തക്കാരെ കൂട്ടത്തിൽ, അള്ളാഹ്ക്ക് വേണ്ടപ്പെട്ടവരെ കൂട്ടത്തിൽ കാലാകാലം വസിക്കാൻ എന്താണോ വേണ്ടത്, മരിക്കുന്നതിനു മുമ്പ് അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഉമ്മത്തെ മുഹമ്മദിയാക്കും മുഴുവനും നല്ല തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. അലാ വസല്ലു വസല്ലിമു അലാ റസൂലിൽ മുസ്തഫ വന്നബിയിൽ മുർത്തള വഖാല മുഖ്ബിറൻ വആമിറ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ വഖാല അലൈഹി സ്വലാത്തു വസ്സലാം മൻ സല്ല അലയ്യ വാഹിദത്തൻ സല്ലല്ലാഹു ബിഹാ അലൈഹി അശ്റാ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ് اللهم ارض عن خلفائه الراشدين المهديين أبي بكر وعمر وعثمان وعلي وعن كل واحد وارض عنا معهم برحمتك يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنك مجيب الدعوات وقاضي الحاجات. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم اصلحنا واصلح ائمتنا وامتنا وولاتنا وولاة امورنا. اللهم اجعل امورنا بايدي خيارنا حتى يقودنا الى الخير من هو خير منا. اللهم انصر جيوش المسلمين
وفك أسر المأسورين وقض الدين عن المدينين اللهم اكتب الستر والسلامة علينا وعلى والدينا وأولادنا وأزواجنا وعلى جميع الحجاج والعمار والغزاة والمسافرين صادرين والدين في برك وبحرك وجوك أجمعين يا رب العالمين اللهم أعزنا وأعز الإسلام والمسلمين اللهم انصرنا وانصر الإسلام والمسلمين اللهم ألف بين قلوب المسلمين الموحدين اللهم أصلح ذات بينهم يا رب العالمين اللهم مزق المملكة المشركين الكافرين الظالمين الحربيين اليهود والنصارى والشيعيين بعزتك وقدرتك يا رب العالمين وصلى الله على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين.